കോഗ്നിറ്റീവ് ബയാസിസ് ഡോക്ടർ സി വിശ്വനാഥൻ സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഈ ഒരു ശനിയാഴ്ച നിങ്ങൾക്ക് ഒരു ഒഴിവ് ദിവസമാണല്ലേ? ഈ ഒരു ഒഴിവ് ദിവസം ഇവിടെ വന്ന് കുറച്ച് സമയം എൻ്റെ സംസാരം കേൾക്കാൻ തീരുമാനിച്ചതിന് നിങ്ങളോടൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോഷ്യോളജി, പിന്നെ കൊമേഴ്സ്, ഇംഗ്ലീഷ് എല്ലാ വിഭാഗക്കാരും ഉണ്ടല്ലേ. ഞാൻ ഇതുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പൊതുവായിട്ടുള്ള ഏക ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കണക്കിനോടുള്ള അവർഷം മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും പിന്നെ ഒരുപക്ഷെ ഞാൻ വേറെ ഒരു ഡിഫറെൻ്റായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. പിന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു വിഷയം കോഗ്നിറ്റീവ് ബയാസസ് എന്നുള്ളതാണ്. ധാരണാപക്ഷപാതിത്വങ്ങൾ. ധാരണാപക്ഷപാതിത്വങ്ങൾ, കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയുമ്പോൾ മാഷ് നേരത്തെ ശ്രീത്ത് മാഷ് പറഞ്ഞ പോലെ നമ്മുടെ ചിന്തയുടെ നമ്മുടെ മനസ്സിലാക്കലിൻ്റെ, ഗ്രഹണത്തിൻ്റെ ചില പരിമിതികളെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് കോഗ്നിറ്റീവ് ബയാസസ്. അങ്ങനെ 10 കോഗ്നിറ്റീവ് ബയാസസിന്, ധാരണാപക്ഷപാതിത്വങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. 10 കുറേ ഉണ്ട്. പിന്നെ ഒരു 10 എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ ഒരു കണക്കാണ്. അതുകൊണ്ട് 10 പറയാമെന്ന് വെച്ചാൽ, എന്താണ് ധാരണാപക്ഷപാതിത്വം എന്ന് പറയുമ്പോൾ ഇതൊക്കെ എവിടുന്നാണ് അതൊക്കെ വരുന്നത്? എവിടുന്നാണ് നമ്മുടെ ധാരണ വരുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ഈ ധാരണ അല്ലെങ്കിൽ പക്ഷപാതിത്വം ഇതൊക്കെ എവിടുന്നാണ് വരണേ? ആരുടെ ജോലിയാണ് ധാരണ? നടക്കുക എന്നുള്ളത് കാലിൻ്റെ ജോലിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ ധാരണ ആരുടെ ജോലിയാണ്? മസ്തിഷ്കത്തിൻ്റെയാണ്. അത് സംശയമില്ലല്ലോ. മനസ്സിൻ്റെതാണ്. മനസ്സ് പറഞ്ഞാൽ മസ്തിഷ്കം മാത്രമേ ഉള്ളൂ. അത് മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. അത് നമ്മൾ ഒരു വാസ്തവത്തിൽ വളരെ ലളിതമായി നമുക്കും തോന്നുമെങ്കിലും ഏതാണ്ട് സമീപകാലത്ത് മനുഷ്യ ചരിത്രത്തിൽ ഏതാണ്ട് സമീപകാലത്തുണ്ടായ ഒരു തിരിച്ചറിവാണ് മനസ്സെന്നാൽ മസ്തിഷ്കം മാത്രമാണ് എന്നുള്ള ധാരണ. മസ്തിഷ്കം എന്ന അവയവത്തിൻ്റെ ഒരു പ്രവർത്തനം മാത്രമാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വേറൊരു മനസ്സില്ല. അപ്പം ഇത് നമ്മൾ അന്വേഷിക്കുന്നത് മസ്തിഷ്കം എന്ന അവയവത്തിൻ്റെ പ്രവർത്തന രീതിയിലുള്ള ചില പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ധാരണാപക്ഷപാതിത്വം. എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചോദിച്ചാൽ, നേരത്തെ ഒരുപക്ഷെ ഒരു 100-200 കൊല്ലം മുമ്പൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യം കാര്യമായിട്ടില്ലായിരുന്നു എന്ന് പറയാം. നമുക്ക് നമ്മുടെ ജീവിതം ഇന്ന് നമ്മളെല്ലാവരും, മുമ്പ് ഞാൻ ഒരിക്കൽ ഇവിടെ തന്നെ പറഞ്ഞ പോലെ, കൃത്രിമമായൊരു ജീവിതമാണ്. നമ്മളൊക്കെ കൃത്രിമമായിട്ടാണ് ജീവിക്കുന്നത്. വെച്ചാൽ കൃത്രിമമായൊരു ലോകമാണ്. ഇതുപോലെ ഇതൊക്കെ കൃത്രിമമാണല്ലോ. ഇത്രയും അധികം ആൾക്കാർ, നേരത്തെ ഒരു 7 ബില്യൺ ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നു. ആകാശത്തും കരയിലുമുള്ള ജീവിക്കുന്ന എല്ലാ ജന്തുക്കളുടെ ഭാരവും നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ വളർത്തുമൃഗങ്ങളുടെയും ഭാരം ഇന്ന് 90% കൂടുതലാണ്. അതൊരു വലിയൊരു സംഭവമാണ്. കാരണം ഇത്രയധികം 1000 സ്പീഷീസുകളുള്ളതിൽ ഒരു സാധാരണ സ്പീഷീസായി കാട്ടിലെവിടെയോ ഇങ്ങനെ എല്ലാ മൃഗങ്ങളുടെയും കാലാവസ്ഥയുടെയും എല്ലാ ഭീഷണികളെയും പേടിച്ച് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു വർഗം വാനരന്മാരായിരുന്നു മനുഷ്യന്മാർ ഒരു കാലത്ത്. അവിടുന്ന് ഇത്രയും ഡോമിനൻ്റ് ആയിട്ടുള്ള ഈ ഭൂമിയുടെ ഭാവി തന്നെ ഒരുപക്ഷെ നിർണ്ണയിക്കാൻ ഉള്ള അപകടകരമായ ഒരു ബാധ്യത തലയിലേത്ത അത്രയും പ്രധാനപ്പെട്ട ഒരു സ്പീഷീസായി നമ്മൾ വരിക എന്ന് പറഞ്ഞത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തയൊക്കെ വളരെ പഴയതുപോലെ ചിന്തിക്കുക സാധ്യമല്ല. നമ്മുടെ ചിന്തയിലുള്ള പ്രശ്നം കാരണം പണ്ട് പ്രകൃതിയിൽ ജീവിച്ചു പോന്നപ്പോൾ നമ്മൾ മറ്റ് ജീവികളെ പോലെ തന്നെയാണ്. കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഇന്നതല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ ഭാവി പോലും മനുഷ്യൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റേറ്റ് കുറച്ചില്ലെങ്കിൽ ഒരുപക്ഷെ
ഈ ലോകത്തിന് അവസാനിച്ചു പോകും. അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർ നടത്തുകയാണെങ്കിൽ അതോടെ നമ്മുടെ എല്ലാ ജീവികളും തീർന്നു പോകും. ഇങ്ങനെ അപകടകരമായ ശക്തിയുള്ള ഒരു സ്പീഷീസാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ചിന്ത പഴയ കാലത്തെ പോലെ പോരാ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ മസ്തിഷ്കം എന്ന ഈ അവയവം പരിണമിച്ചുണ്ടായത് ഇന്നത്തെ ലോകത്തിന് വേണ്ടിയല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പഴയ പ്രകൃതി അനുസൃതമായി ജീവിച്ചിരുന്ന പുരാതനമായ കാലത്തിന് വേണ്ടി ഉള്ള ഒരു മസ്തിഷ്കമാണ് നമുക്കുള്ളത്. ശിലായുഗ മസ്തിഷ്കവുമായാണ് നമ്മൾ എവിടെ ജീവിക്കുന്നത്? ആണവയുഗത്തിൽ ജീവിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും കൃത്യമായി, കാരണം ഓരോന്നിൻ്റെ കാര്യവും കാരണവും അറിഞ്ഞ് ജീവിക്കേണ്ട ആവശ്യകത ഇന്ന് നമുക്കുണ്ട്. മനുഷ്യൻ, ഞാൻ ഒരാളുടെ അല്ല പറഞ്ഞ് മൊത്തം മനുഷ്യരാശിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോന്നിൻ്റെയും ഫലം എന്തായിരിക്കും, എന്തുകൊണ്ട് ഇതുണ്ടായി എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രകൃതി വിരുദ്ധമായിട്ട് ഇന്നത്തെ നിലയിൽ ജീവിക്കാൻ പറ്റൂ. അതിന് പറ്റിയൊരു മസ്തിഷ്കമല്ല നമുക്കുള്ളത്. നമ്മുടെ മസ്തിഷ്കം എന്തിനുള്ളതാണ്? മറ്റു ജീവികളെ പോലെ തന്നെ ഏതെങ്കിലും മൃഗങ്ങളാൽ ഇരയാവാതിരിക്കാനും മറ്റു മൃഗങ്ങളെ ഇരയാക്കാനും ഒക്കെ ഉള്ള അനുകൂലനങ്ങൾ മാത്രമുള്ള ഒരു മൃഗ മസ്തിഷ്കമാണ് അടിസ്ഥാനപരമായി നമ്മുടെ. അത് പരിണമിച്ച് വന്ന് അതിൻ്റെ എല്ലാ പരിമിതികളും ഈ മസ്തിഷ്കത്തിനുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ ഉത്തരവാദിത്വമുള്ള, വളരെ അപകടകരമായ, വളരെ എന്താ പറയുക, ഗൗരവമായ ഒരുതരം പ്രകൃതി വിരുദ്ധ ജീവിതം നയിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മസ്തിഷ്കത്തിൻ്റെ പരിമിതികൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ കോഗ്നിറ്റീവ് ബയാസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. കാരണം എന്താണ്? കൃത്യമായ കാര്യകാരണങ്ങൾ അറിയേണ്ട ആവശ്യം നമുക്കിന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ പൊതുവേ മനുഷ്യൻ്റെ ഒരു ചിന്താരീതി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, മായികമാണ്, മാജിക്കൽ തിങ്കിങ് ആണ് നമ്മളൊക്കെ. ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. ഞാനിങ്ങനെ നടന്നു പോകുമായിരുന്നു. ഒരാൾ പറയാണ്, ഒരാളെ പറ്റി ഇങ്ങനെ ആലോചിച്ചു. ഒരാളെ പറ്റി ഇങ്ങനെ 3 വർഷമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേറൊരു ടൗണിലൂടെ തവനൂരിൽ നിന്ന് തൃശ്ശൂർ പോയി, അല്ലെങ്കിൽ തവനൂരിൽ നിന്ന് കോഴിക്കോട് പോയി. അവിടെ മിഠായിത്തെരുവിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്, വേറൊരു ആളെ പറ്റി ആലോചിച്ചുകൊണ്ട്. പെട്ടെന്ന് അയാൾ നമ്മുടെ മുന്നിലെത്തുന്നു. അയാൾ ആ ടൗണിലുള്ള ആളല്ല, തവനൂരിലുള്ള ആളാണ്. അയാൾ അവിടെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോഴും ആൾ മുന്നിലെത്തി. ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്താണ് വിചാരിക്കുക? എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. എൻ്റെ ഒരു പഴയ സുഹൃത്ത് പറയാ, കണക്ഷൻ എന്ന് പറയാം, മൂപ്പര് കണക്ഷൻ ഉണ്ട്. കാരണം ഈ കണക്ഷൻ എന്നുള്ള വാക്ക് മൂപ്പര് പ്രയോഗിച്ച എവിടെയാണെന്ന് വെച്ചാൽ, മൂപ്പര് ഒരു അധ്യാപകനാണ്. അപ്പോൾ പിന്നെ ഒരു ദിവസം മൂപ്പര് വീട്ടിൽ നിന്നല്ല, വളരെ കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് താമസിച്ച് പഠിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ, 10-25 കിലോമീറ്റർ അപ്പുറം ഒരു അധ്യാപകനെ അവിടെ താമസിച്ച് പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം രാത്രി മൂപ്പർക്ക് എന്തോ അച്ഛന് അസുഖമായി. ഇന്ന് ഒരു അച്ഛന് അസുഖമാണ്, സുഖമില്ല, മരിച്ചു എന്നെന്തോ സ്വപ്നം കാണുകയും അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പുറപ്പെട്ടു പോകുമ്പോൾ അച്ഛൻ മരിച്ചിരിക്കുന്നു. ഇതുപോലത്തെ സന്ദർഭങ്ങൾ, ഈ പറഞ്ഞ പോലെ സന്ദർഭങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു മാജിക്കൽ തിങ്കിങ് ആണ്. നമ്മൾ എന്തോ ഒരു കണക്ഷൻ, മനസ്സെന്നാൽ മസ്തിഷ്കം മാത്രമല്ല, അതിന് പുറത്തെന്തോ ഉണ്ട്, നമ്മൾ അറിയാത്ത ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ മാജിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇതുപോലെ പ്രീ കോഗ്നിറ്റീവ് ഡ്രീംസ്. കപ്പൽ മുങ്ങാൻ പോകുന്നു, സ്വപ്നം കണ്ടു, കപ്പൽ മുങ്ങി. എബ്രഹാം ലിങ്കൺ അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പ്രീ കോഗ്നിറ്റീവ് ഡ്രീംസ് ആണെങ്കിലും, അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കാര്യകാരണങ്ങൾ ആലോചിക്കേണ്ട. മുമ്പാണെങ്കിൽ ഒരു വിഷയമില്ല പഴയ കാലത്ത്. ഇപ്പോൾ ഇതുപോലെ ഇതിനൊക്കെ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ കാര്യം? കാരണം നമ്മുടെ ലോകവീക്ഷണം മാറി. മനസ്സെന്നാൽ മസ്തിഷ്കം മാത്രമാണ് എന്ന് വരുമ്പോൾ, ഈ മസ്തിഷ്കമാണ് നമ്മുടെ ചിന്തയുടെയും സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ കാരണം മസ്തിഷ്കം മാത്രമാണ്, നമ്മുടെ ഓർമ്മകളുടെയും ഒക്കെ എന്ന് വരുമ്പോൾ, ഈ തരത്തിലുള്ള ഫിനോമിനനുകളെ, ഇപ്പോൾ ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ്, അല്ലെങ്കിൽ തവനൂർക്കാരനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് കാണാനിടയാവുന്ന, ഇതിനൊക്കെ
എന്തെങ്കിലും ഈ മസ്തിഷ്കം എന്ന ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് മനസ്സിൽ വരികയിൽ ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നൊരു ആവശ്യകത നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആണ് പറഞ്ഞത്, നമുക്ക് ഇത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇതിനൊരു മായികമായ ചിന്ത വേണ്ടി വരുന്നത്? നമുക്ക് നേരത്തെ അറിവില്ലാത്ത കുറേ കാര്യങ്ങൾ. ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ്, വലിയ സംഖ്യകളുടെ നിയമം, ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ്, കൺഫർമേഷൻ ബയാസ്, ഓർമ്മ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ പുതിയ ധാരണകളുമായി കൂട്ടിവെച്ചാൽ ഇങ്ങനെ തോന്നുന്ന അത്ഭുതങ്ങളൊക്കെ അത്ഭുതങ്ങളല്ലാതാവും. അല്ലെങ്കിൽ അത് എല്ലാ അത്ഭുതങ്ങളും അങ്ങനെയാണല്ലോ. നമുക്ക് ചെറുപ്പത്തിൽ അത്ഭുതമായി തോന്നുന്ന പലതും അത്ഭുതമല്ലാതെ ആയി മാറും. പുഴ പോലെ ഒഴുകും പുഴയും പുഴുപോലിഴയും ഞാനും അത്ഭുതമല്ലോ ലോകം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കെല്ലാം അത്ഭുതമാണ് അല്ലേ? എല്ലാം അത്ഭുതമാണ് കുട്ടികളെ. പിന്നെ എന്താണ് ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നത് എന്താ പറന്ന് അമ്മേ എന്നാലോചിക്കാം. അപ്പം കുട്ടിയുടെ കണ്ണിൽ ഇതൊരു പൂവും പൂമ്പാറ്റയും വേർതിരിക്കാനാവാത്ത ആൾക്ക് അതൊരു അത്ഭുതമാണ്. എന്താണ്? കുട്ടിയെ സംബന്ധിച്ച് വള്ളിയിലെ പൂവാണ് പറന്നു പോകുന്നത് അല്ലേ? അപ്പം അത് തിരിച്ചറിയുമ്പോൾ മോനെ തെറ്റി നിനക്കുണ്ണി, ഇത് പൂമ്പാറ്റകളാണ്. അപ്പോൾ ഈ തിരിച്ചറിവിൽ എന്തുണ്ടായി? അത് പൂവല്ല പൂമ്പാറ്റയാണ് മനസ്സിലാവുന്നത്. അത്ര ലളിതമായ കാര്യങ്ങൾ. അപ്പോൾ തിരിച്ചറിവോടുകൂടി കുറേ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ലോകം എങ്ങനെയാണ് നടന്നു പോകുന്നത്, പൂ വേറെയാണ് പൂമ്പാറ്റ വേറെയാണ് എന്ന് തിരിച്ചറിയുന്നു. അതുപോലെ തിരിച്ചറിവുകളിൽ നിന്നാണ് നമ്മുടെ അത്ഭുതങ്ങളല്ലാതാവുന്നതും നമ്മൾ കുട്ടികളിൽ നിന്നും മുതിർന്നവരാകുന്നതും സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുന്നവരാകുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ അത് ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ്? ഇതൊക്കെ ഞാൻ നമ്മുടെ കോഗ്നിറ്റീവ് ബേസിസിലേക്ക് പോകുന്നതിന് മുമ്പേ ഉള്ള ചില ഉദാഹരണങ്ങൾ പറയാം. വലിയ തിരക്കില്ലേ, സമയമുണ്ട്. പിന്നെ ഇതെന്താണ് ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ്? ദ ലാർജ് ഇനഫ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എനി ഔട്ട്റേജിയസ് തിങ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. ഒരുപാട് അവസരങ്ങളുണ്ടായാൽ എത്ര അസാധാരണമായ കാര്യവും സംഭവിക്കാം. ഉദാഹരണം പറയണത്, അതായത് ഒരു മിന്നൽ തട്ടി ഇടിവാള് വീണ് മരിച്ചു പോകാനാണ്. തൻ്റെ തലയിൽ ഇടിവാള് വീഴട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും അപൂർവമായൊരു സംഭവമായിട്ടാണ് പറയുന്നത്. ഇടിവാള് വീണു. അപ്പോൾ അത് വളരെ അപൂർവമായിട്ട് ഒരു 3 ലക്ഷത്തിൽ ഒരു സാധ്യതയുള്ളൂ. 3 ലക്ഷം പിന്നെ ത്തിലൊരു സാധ്യതയാണ്. ചാൻസ് ഈസ് 1 in 300,000. ഒരാൾക്ക് അത്രയാണുള്ളത്. പക്ഷേ ലോകത്ത് 7 ബില്യൺ എന്ന് വെച്ചാൽ 700 കോടി ആൾക്കാരുണ്ട്. ഒരു വർഷത്തിൽ ഒരാൾക്ക് നമ്മളൊരു എത്രയോ മിന്നലുകളിങ്ങനെ നമ്മൾ കാണാറുണ്ട്. യാത്ര നമ്മുടെ തൊട്ട് മുന്നിൽ മിന്നൽ വീണ അവസ്ഥകളുണ്ട്. മിന്നൽ തട്ടി ആളപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. മിന്നൽ കൊണ്ട് തെങ്ങുകൾ കത്തിപ്പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ലക്ഷത്തിലൊരു സാധ്യതയാണെങ്കിൽ പോലും 700 കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് ആരും മിന്നലേറ്റ് മരിക്കാതിരിക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് 24,000 ആൾക്കാർ ശരാശരി ഒരു വർഷം മിന്നലേറ്റ് മരിക്കുന്നുണ്ട്. നമുക്കറിയാം മിന്നലേറ്റ് മരിക്കുന്നത് വളരെ അപൂർവമായ സാധ്യതയാണ്. അപ്പോൾ വിത്ത് എ ലാർജ് ഇനഫ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് മിന്നലുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ കുറേ എണ്ണം ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഒരു മനുഷ്യനിലൂടെ കടന്നു പോകാനുള്ള ചാൻസ് 3 ലക്ഷത്തിൽ ഒന്നാണെങ്കിൽ പോലും ഇത്രയധികം ആൾക്കാരുള്ളത് കൊണ്ട് ഒരു കൊല്ലം 24,000 ആൾക്കാരും മിന്നലേറ്റ് മരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ്. വിത്ത് ലാർജ് ഇനഫ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എനി ഔട്ട്റേജിയസ് തിങ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. അപ്പോൾ എന്താണിത്? ഒരു 10 ലക്ഷത്തിലൊരു സ്വപ്നം ഒരു പ്രവചന സ്വഭാവമുള്ളതായി എന്ന് വിചാരിക്കാം. പ്രവചന സ്വഭാവം കാരണം നമ്മൾ പിന്നെ നാളെ കുറിച്ചിപ്പോൾ ഒരാളുടെ ഇപ്പോൾ ബന്ധുവിന് അസുഖം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നായ കിണറ്റിൽ വീഴുകയോ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അത്
അങ്ങനത്തെ സംഭവത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു ഒരു സ്വപ്നം നേരെയാവാനുള്ള സാധ്യത 10 ലക്ഷത്തിലൊന്നാണെന്ന് വിചാരിക്കാം. ഒരു 1 in 10 lakhs അങ്ങനെ സംഭവിക്കാമല്ലോ. ഒരു 10 ലക്ഷം സ്വപ്നങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അതിലൊരെണ്ണം പിന്നെ ചിലപ്പോൾ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ സംഭവിക്കാവുന്ന ഒരു സംഭവം ആയിക്കൂടാവുന്നില്ല. ഇത്രയും ആൾക്കാരില്ലേ ഈ ഭൂമിയിൽ. അപ്പോൾ ഓരോ ദിവസവും 15 ലക്ഷം സ്വപ്നങ്ങൾ, ഈ ഭൂമിയിൽ നടക്കുന്ന 15 ലക്ഷം സ്വപ്നങ്ങൾ പ്രവചന സ്വഭാവമുള്ളതായിരിക്കും ഈ കണക്ക് നോക്കുകയാണെങ്കിൽ. അതാണ് ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വന്ന ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ്. നമ്മൾ ഏതൊരു തരത്തിലുള്ളൊരു ആശയ പരിസരത്തിൽ നിന്നാണ് ഈ കോഗ്നിറ്റീവ് ബയാസസിനൊക്കെ കാണാൻ ശ്രമിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ മനസ്സെന്നാൽ മസ്തിഷ്കമാണ്. മസ്തിഷ്ക അതീതമായ മാനസിക വ്യാപാരങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ ധരിക്കുന്നതൊക്കെ ഇതുപോലുള്ള തീർത്തും പ്രകൃതി അനുസൃതമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാനിടയായത്. ധാരണ എന്നാൽ എന്താണ്? കോഗ്നിഷൻ, the mental action or process of acquiring knowledge and understanding through thought, experience and senses. അതാണ് നമ്മുടെ ചിന്തയിലൂടെ, അനുഭവങ്ങളിലൂടെ, നമ്മുടെ ഗ്രഹണേന്ദ്രിയങ്ങളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മൾ വിജ്ഞാനം ആർജിക്കുന്നത്. ഇതാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കോഗ്നിഷൻ എന്ന് പറയുന്നത്, ധാരണ എന്ന് പറയുന്നത്. അതായത് പക്ഷപാതിത്വം, ബയാസ്, അത് വളരെ ലളിതമാണ്. Cause to feel or show inclination or prejudice for or against someone or something. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെതിരെ, ഒരാൾക്കെതിരെ, ഒരു ആശയത്തിനെതിരെ ഉള്ള ഒരു പ്രിജുഡിസ്, ഒരു മുൻധാരണ, പക്ഷപാതിത്വം. അപ്പോൾ ഈ ധാരണാപക്ഷപാതിത്വങ്ങൾ എന്നാൽ എന്താണ് അവ ചെയ്യുന്നത്? They almost always distort percepts to fit preconceived concepts. അതാണ് നമ്മൾ നേരത്തെ ആർജിച്ചിട്ടുള്ള നമ്മുടെ ധാരണകൾ, നമ്മുടെ ധാരണ എന്ന വാക്ക് അല്ല ഞാൻ അവിടെ പറയേണ്ടത്, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ആശയങ്ങളെ, നമ്മുടെ സാമാന്യ സങ്കല്പങ്ങളെ. നമുക്ക് ഒരു ലോകവീക്ഷണം ഉണ്ടല്ലോ, നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില ധാരണകളുണ്ട്. ആ ധാരണ എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസങ്ങൾ. ഈ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി, കൺസെപ്റ്റുകൾക്ക് അനുസൃതമായി നമ്മളെ പെർസെപ്റ്റുകളെ, ഇന്ദ്രിയഗോചരമായതിനെ, കാണാവുന്നതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുക, വളക്കുക, തിരിക്കുക, മാറ്റിമറിക്കുക. ഇതാണ് കോഗ്നിറ്റീവ് ബയാസസ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നതല്ല അറിയുന്നത്, അതാണ് വിഷയം. അപ്പോൾ സിനിമ കാണുന്ന ആൾക്കാരുണ്ടോ? കാര്യമായ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? ഒരു ക്ലാസിക് സിനിമയില്ലേ, നമ്മുടെ അക്കിര കുറസോവയുടെ ഒരു സിനിമയുണ്ട്, കേട്ടിട്ടുണ്ടാവില്ല നിങ്ങളല്ലേ? രാഷ്ട്രമോണല്ലേ ഇത്? രാഷ്ട്രമോണല്ലേ? എനിക്ക് ഓർമ്മയില്ല. രാഷ്ട്രമോണ. അതായത് ഒരേ കഥയെ, ഒരേ വസ്തുതയെ കണ്ട 3 ആൾക്കാർ പറയുമ്പോഴേക്കും അത് 3 കഥയായി മാറി. കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. നടക്കുന്ന ഒരേ വിഷയമാണ്. ഒരു സ്ത്രീയുടെ ഒരു കൊലപാതകം ആണ് നടക്കുന്നത്. അതിനെ 3 ആൾക്കാർ വീക്ഷിക്കുക. അപ്പോൾ അത് 3 ആൾക്കാരും അതിനെ വളരെ വ്യത്യസ്തമായ 3 കഥകളായാണ് അതിനെ മനസ്സിലാക്കുന്നത്. പടത്തിൻ്റെ പേര് ഉറപ്പില്ല, രാഷ്ട്രമോണാന്ന് തോന്നുന്നു, രാഷ്ട്രമോണാണ്, ഓർമ്മയില്ല. ഏതായാലും ഇങ്ങനൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയുണ്ട്. ഇതുപോലെ നമ്മൾ കാണുന്നതല്ല മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഈ കോഗ്നിറ്റീവ് ബയാസിൻ്റെ പ്രത്യേകത. എപ്പോഴും വിശ്വാസമാണ് ആദ്യം വരുന്നത്. അത് നമ്മുടെ വിശ്വാസ സ്വാഭാവികമാണ്. വിശ്വാസ സ്വാഭാവികം. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഉണ്ട്, കുറച്ച് 3 പേരേ ഉള്ളൂ അല്ലേ? അന്ന് നമ്മൾ കഥാധിഷ്ഠിത ലോകവീക്ഷണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥാധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. ലോകത്തൊക്കെ കഥയാണ്. അപ്പോൾ മുമ്പൊക്കെ അങ്ങനെയാണ് നമ്മൾ ലോകത്തെ കണ്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് തീ ഉണ്ടാവുന്നു? അതിൻ്റെ പിന്നിൽ ഒരു ഏജൻസി ഉണ്ട്, ഒരു അഗ്നിദേവനുണ്ട്. മഴ ഉണ്ടാകുന്നത് അതിൻ്റെ പിന്നിൽ ഇന്ധൻ എന്ന് വെച്ചാൽ ഒരു ഏജൻസി അവിടെ ഉണ്ട്. അപ്പോൾ ഈ തരത്തിൽ കഥാധിഷ്ഠിതമായാണ് നമ്മൾ ലോകത്തിനെ മൊത്തം കണ്ടുകൊണ്ടിരുന്നത്.
അപ്പോൾ നമ്മുടെ വളരെ ദീർഘകാലം നീണ്ട മനുഷ്യ കുലത്തിൻ്റെ ശൈശവത്തിൽ എന്ന് പറയാം നമുക്ക്. നമ്മളെ ശൈശവം കഴിഞ്ഞിട്ട് വളരെ സമീപകാലം, ഒരു 300 കൊല്ലമേ ആയുള്ളൂ മനുഷ്യൻ്റെ ശൈശവം കഴിഞ്ഞിട്ട് എന്ന് പറയാം. അതുവരെ നമ്മൾ ശിശുക്കളായിരുന്നു മനുഷ്യകുലം. നമുക്ക് അത്രേ കഴിവുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കഴിവുണ്ടായി, അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെയുള്ള വളരെ ദീർഘകാലമായ നമ്മുടെ ശൈശവത്തിൽ പരിണാമപരമായി നമ്മുടെ കോടിക്കണക്കിന് തന്നെ പറയാം. കാര്യം ഈ മസ്തിഷ്കത്തിൻ്റെ പരിണാമം തുടങ്ങിയിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി. നമ്മൾ ആധുനിക മനുഷ്യൻ്റെതായിട്ട് ഒരു പക്ഷേ 2 ലക്ഷം വർഷമേ ആയുള്ളൂ എങ്കിലും അതിന് പിന്നോട്ട് നീണ്ടു കിടക്കുന്ന കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു രീതി ഇതാണ്: വി ഫോം അവർ ബിലീഫ്സ് ഫോർ എ വെറൈറ്റി ഓഫ് സബ്ജക്റ്റീവ്, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ റീസൺസ്. മാനസികമായ, വൈകാരികമായ പല കാരണങ്ങൾ കൊണ്ട്, സബ്ജക്റ്റീവായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പല വിശ്വാസങ്ങളും ഉണ്ടാക്കുന്നു. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയൺമെന്റ്സ് ക്രിയേറ്റഡ് ബൈ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, കൾച്ചർ ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. ഇതാണ് നമ്മുടെ കഥകളെ, ദ സ്റ്റോറീസ് വിത്ത് വിച്ച് വി ലിവ്. നമ്മൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെയായി നമ്മുടെ സമൂഹം പകർന്നു തരുന്ന കഥകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ സ്റ്റോറീസ് നമ്മുടെയൊക്കെ തലയിൽ കൊണ്ട് നടക്കുന്നത്, കുറേ വിശ്വാസങ്ങൾ നമ്മൾ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആഫ്റ്റർ ഫോമിങ് അവർ ബിലീഫ്സ്, എല്ലാ ബിലീഫുകളാണ്. അത് യാഥാർത്ഥ്യവുമായി പൊരുത്തമുള്ളതാവാം. എന്തിനെക്കുറിച്ചും നമുക്കൊരു കുട്ടികളിങ്ങനെ ചോദിക്കില്ലേ ഓരോന്നും, പിന്നെ എന്താ അതിങ്ങനെ, എന്താ ഇതിങ്ങനെ, എന്താ മറ്റതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവർ അപ്പോൾ നമ്മൾ കുറേ കഥകൾ ഫീൽ ചെയ്യും. അപ്പോൾ അറിയാത്തത് നമ്മളെന്ത് പറയും? പിന്നെ നാമിങ് അറിയുവതൽപ്പം എല്ലാ മോമനെ ദൈവസങ്കല്പം. അപ്പോൾ കുറേ കഥകൾ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്ന് കേൾക്കുന്നതും വാസ്തവത്തിൽ കൺസെപ്റ്റുകൾ തന്നെയാണ്, പല കൺസെപ്റ്റുകളാണ്. എന്തുകൊണ്ട് രാവും പകലും ഉണ്ടാവുന്നു, എന്തുകൊണ്ട് മഴയുണ്ടാവുന്നു, എന്തുകൊണ്ട് കാറ്റ് വീശുന്നു, എങ്ങനെ തെങ്ങിൻ്റെ ഉച്ചിയിൽ വെള്ളം എത്തുന്നു, എങ്ങനെ ഇളനീരിൽ വെള്ളം നിറയുന്നു, ഇങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് കൺസെപ്റ്റുകളുണ്ട്. ഒരുപാട് ബിലീഫ്സ് നമുക്കുണ്ട്. അത് പലതും യാഥാർത്ഥ്യവുമായി മുമ്പേ പൊരുത്തമേ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ കുറേ വിശ്വാസങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി കുറേ കൂടി പൊരുത്തമുണ്ട്. അതാണ് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ വന്ന് പഠിക്കുന്നത്, നമ്മുടെ വിശ്വാസങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുത്താമെന്നതാണ്. അപ്പോൾ പഴയ കഥകൾ നമുക്ക് മതിയാവാതെ വരും. മഴയുണ്ടാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്ദ്രൻ ആകാശത്ത് നിന്ന് പെയ്യ്ക്കുകയാണ് എന്നുള്ള കഥ ഇന്ന് പോരാതെ വരും. അത് നമുക്ക് വേറെ ഒരു വിശ്വാസം ഉണ്ട്. വിശ്വാസമാണത്, പക്ഷെ അത് യാഥാർത്ഥ്യവുമായി കുറേ കൂടിയും പൊരുത്തമുള്ളതാണ്. എങ്ങനെയാണ് സൂര്യൻ്റെ ഊർജം, ഇൻഫ്രാറെഡ് രശ്മികൾ കൊണ്ട് കടലിൽ ചൂട് പിടിക്കുമ്പോൾ ഇതിലെ തന്മാത്രകൾ ഗതികോർജത്താൽ അവ വേർപെട്ടു പോവുകയും അങ്ങനെ ഒരു അവ ഉയർന്നു പോവുകയും മേഘങ്ങളാവുകയും പിന്നെ കാറ്റ് വീശുകയും ഇങ്ങനെയൊക്കെയുള്ള അത് മഴയായി തണുക്കുകയും പെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഈ വിശ്വാസം യാഥാർത്ഥ്യമായി കുറേ കൂടി അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് വിശ്വാസമായിരുന്നാലും അത് യാഥാർത്ഥ്യമായി പൊരുത്തമുള്ളതാവട്ടെ പൊരുത്തമില്ലാത്തതാവട്ടെ, നിലവിലുള്ള നമ്മുടെ വിശ്വാസത്തിനെ ആഫ്റ്റർ ഫോമിങ് അവർ ബിലീഫ്സ് വി ദെൻ ഡിഫെൻഡ്, justify, rationalize them with a host of intellectual reasons, cogent arguments and rational explanations. ഇതാണ് നമ്മൾ എന്നും ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ചിന്തയുടെ രീതി. നമുക്കൊരു ലോകചിത്രമുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതിനൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, വാട്ട് ഡു കോഗ്നിറ്റീവ് ബയാസസ് ഡു? ദേ ഓൾവേസ് ഡിസ്റ്റോർട്ട് പെർസെപ്റ്റ്സ് ടു ഫിറ്റ് ഇൻ ടു പ്രീകൺസീവ്ഡ് കൺസെപ്റ്റ്സ്. നമ്മുടെ മുൻധാരണകൾക്കനുസരിച്ച് നമ്മുടെ ലോകം നമ്മൾ കാണുന്നതിനെ വളച്ചൊടിച്ച് ശരിയാക്കി തരും. അതാണ് ഈ കോഗ്നിറ്റീവ് ബയാസസിൻ്റെ ജോലി, മസ്തിഷ്കത്തിൽ അവ ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ ധാരണകളുണ്ട്, ധാരണകൾക്കനുസരിച്ചിട്ട് ലോകവീക്ഷണം, നമ്മൾ കാണുന്ന കാര്യങ്ങളെ ഡിസ്റ്റോർട്ട് ചെയ്യും. അതാണ് കോഗ്നിറ്റീവ് ബയാസസ് ചെയ്യുന്നത്. നോ മാറ്റർ വാട്ട് ബിലീഫ് സിസ്റ്റം ഈസ് ഇൻ പ്ലേസ്, മതപരമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാമൂഹ്യമാവട്ടെ, ഈ കോഗ്നിറ്റീവ് ബയാസസ് ഷേപ്പ് ഹൗ വി ഇൻ്റർപ്രറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ് സയൻസിൻ്റെ ജോലിയുടെ? ഇപ്പം മഴ പെയ്യുന്നതിനെ കുറിച്ചുള്ള പുതിയ കഥയെ
പഴയ കഥയെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണോ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക? അല്ല, അല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ദ്രധനുസ്സാണ്, പിന്നെ മഴവില്ല് ഇന്ദ്രനാണ് മഴ പെയ്ക്കുന്നത് എന്ന ഒരു വിശ്വാസത്തിനെ അത് ഇന്നൊരു കാവ്യാത്മകമായ ഭാവന മാത്രമാണ് നമുക്കറിയാം. അതേസമയം മുൻപ് കാലത്ത് എന്താ ചെയ്തിരുന്നത്? മഴ പെയ്യാതിരുന്നാൽ യാഗം ചെയ്ത് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അതങ്ങനെ അവർ അത്രയും വിശ്വസിച്ചിരുന്ന ഒരു ലോക ചിത്രമായിരുന്നു. അങ്ങനെ ചെയ്താൽ മഴ പെയ്യും. ഇന്നും അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. യാഗം ചെയ്താൽ മഴ വരുമെന്ന് വിചാരിച്ചിട്ട് ഇത് വരുമ്പോൾ മഴയില്ലാതിരിക്കുന്ന സമയത്ത് യാഗം ചെയ്യുന്നുണ്ട്. യാഗത്തിൻ്റെ സമയത്ത് മഴ പെയ്താൽ ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സൊക്കെ മാറിയിട്ട് നമ്മൾ യാഗം കൊണ്ടാണ് മഴ പെയ്തതെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നത് ബിലീഫ് സിസ്റ്റം ഏതായിരുന്നാലും, പക്ഷേ സയൻസിൽ ഇപ്പം സയൻസിൻ്റെ രീതി എന്താണ്? മഴ പെയ്യുന്നത് ഇങ്ങനെയല്ല, വേറെ കൊങ്ങനെയാണ് എന്നൊരാൾ കാണിച്ചാൽ അതങ്ങനെയാണ് എന്ന് തെളിവുകളുണ്ടെങ്കിൽ സയൻസിൻ്റെ കഥ അപ്പം മാറി, നമ്മുടെ വിശ്വാസം മാറ്റും. അതാണ് സയൻസിൻ്റെ രീതി. അതുമാത്രമാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസം, അടിസ്ഥാനപരമായൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഗ്നിറ്റീവ് ബയസിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്തിനാണ്? ശാസ്ത്രീയമായി ചിന്തിക്കാൻ, സയൻസിൻ്റെ വഴിയിൽ ചിന്തിക്കണമെങ്കിൽ നമുക്കിതൊക്കെ നമ്മളുടെ തന്നെ പക്ഷപാതിത്വങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരണം. എന്നാലേ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ചിന്തിക്കുന്നതെന്ന് വന്നാൽ നമ്മുടെ ധാരണ കുറേ കൂടി ശാസ്ത്രീയമാവും. അപ്പോൾ no matter what belief system is in place, religious, political, economic or social, these cognitive biases shape how we interpret information that comes through our senses and mold it to fit the way we want the world to be and not necessarily how it really is. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കുന്ന, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലോ രാഷ്ട്രീയ ഇതിലോ വിശ്വസിക്കുന്ന ഒരാൾക്ക് പത്രം തുറന്നാൽ അന്ന് കാണുന്ന വാർത്തകളൊക്കെ അയാളുടെ വിശ്വാസം സാധൂകരിക്കുന്നത്. അവിടെ അവന്മാരങ്ങനെ ചെയ്തു, നമ്മുടെ ആൾക്കാർ ഡിഫൻസിലാണ്. നമ്മളൊരു ദേശീയ ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ദേശീയ ബോധത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നെ അതിനെ വ്യാഖ്യാനിക്കാം. പിന്നെ ഇന്നലെ കണ്ട ഒരു വാട്സാപ്പ് ക്ലിപ്പുണ്ട്. രണ്ടാൾക്കാർ ഫൈറ്റ് ചെയ്യാം, പിന്നെ ഒരു ഗുസ്തി, ഒരു ഗുസ്തി വേഷം ധരിച്ച ഒരു സ്ത്രീ വെല്ലുവിളിക്കുന്നത്, ഏതൊരു ഭാഷയിലാണ് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ഒരു ചുരിദാറും കിട്ടിയ ഒരു സ്ത്രീ ആ വെല്ലുവിളി സ്വീകരിച്ച് അവരോട് താരതമ്യേന ചെറുതായിട്ടുള്ള വലിപ്പം കുറഞ്ഞൊരു സ്ത്രീയാണ്, അവരെ ഇടിച്ച് താഴെയിട്ട് അവർ ജയിക്കുന്നത്. അപ്പോൾ അതാരും പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു പാകിസ്ഥാൻകാരിയാണ് ഈ ഇടിച്ചത്, പിന്നെ അത് വെല്ലുവിളിച്ചത് ഒരു ഇന്ത്യക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വാട്സാപ്പിൽ. അപ്പോൾ വേറൊരാൾ നോക്കിയപ്പോൾ ഇതൊരു തായ്ലാൻഡിൽ നടന്ന സംഭവമാണ് എന്നാണ്. വേറൊരാൾ പറയുന്നത് ഇത് പിന്നെ ബോംബെയിൽ നടന്ന സംഭവമാണ്. ഒരേ ഇത് ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടപ്പോൾ 3 പേര് ഇതേ പറിച്ചിട്ട് 3 സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരേ സിനിമയെ, ഒരേ ദൃശ്യത്തിനെ അവരുടെ മനസ്സിലുള്ള ദേശീയ ബോധമോ രാഷ്ട്രീയ ബോധമോ എന്തായിരുന്നാലും അതനുസരിച്ചിട്ട് വ്യാഖ്യാനിച്ചാണ്. അതാണ് അവർക്ക് കൂടുതൽ സൂട്ടബിളായി തോന്നുന്നത്. ഇതാണ് കോഗ്നിറ്റീവ് ബയസസിൻ്റെ ധർമ്മം. നമ്മുടെ മനസ്സിലുള്ള ധാരണകൾക്ക് അനുസൃതമായി, അപ്പോൾ ഇത് കാണുന്ന കാഴ്ചയെ മാത്രമല്ല, കേൾക്കുന്ന ശബ്ദങ്ങളെ മാത്രമല്ല, പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ, ഇങ്ങനെയെല്ലാം നമ്മുടെ ഈ നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മുടെ കോഗ്നിഷൻ. എന്താണ് കോഗ്നിഷൻ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ ചിന്തയിലൂടെയും ഒക്കെ നമ്മൾ വിജ്ഞാനശേഖരണം എന്ന ഈ ഒരു പ്രക്രിയയെ സ്വാധീനിക്കാൻ പറ്റും. അതാണ് ആ കോഗ്നിഷനെ തന്നെ സ്വാധീനിക്കും കോഗ്നിറ്റീവ് ബയസസ് എന്നാണ്. ഇതിനെ അപ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം എന്താ? പ്രോസസ് വേർ ഇൻ അവർ പെർസെപ്ഷൻസ് അബൌട്ട് റിയാലിറ്റി, വസ്തുതകളെക്കുറിച്ചുള്ള, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകൾ, നമ്മുടെ ബോധങ്ങളെ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ദ ബിലീഫ് ദാറ്റ് വി ഹോൾഡ് അബൌട്ട് ഇറ്റ്. നമ്മളെ അവയെക്കുറിച്ച് എന്ത് വിശ്വാസമാണോ നമ്മൾ പുലർത്തിപ്പോരുന്നത്. സോഷ്യോളജിയിലൊക്കെ ഇത് ഒരു പ്രശ്നമാവും. കാരണം നമ്മളൊരു സോഷ്യോളജിക്കൽ പർട്ടിക്കുലർ തിയറി അത് ഹോൾഡ് ചെയ്യുന്നവർക്ക് ലോകത്തിൻ്റെ പിന്നെ ഈ
എല്ലാ സോഷ്യോളജിക്കൽ ഫിനോമിനെയും അവർക്ക് ആ കണ്ണിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. എല്ലാ ദിക്കിലും ഇപ്പോൾ ഒരു പ്രത്യേക എക്കണോമിക് തിയറി, കാരണം അവർക്കും എല്ലാ ഫിനോമിനെയും അത് വെച്ചേ കാണാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടാണ് മറ്റൊരു നിലക്ക് അതിനെ കാണാൻ അവർക്ക് പ്രയാസമാണ്. അത് കാരണം നമ്മുടെ ഒക്കെ മസ്തിഷ്കം കോഗ്നിറ്റീവ് ബയാസസ് കൊണ്ട് നടക്കുന്നതായതുകൊണ്ട്. കാൾ പോപ്പർ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ഫിലോസഫർ ഓഫ് സയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, ചെറുപ്പകാലത്തൊരു അനുഭവം പറയുന്നത് 1919 എനിക്ക് തോന്നുന്നു. ചെറുപ്പക്കാരനായി, നിങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന പല സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ പറയണം. അന്ന് വളരെ പ്രസിദ്ധമായ പല സിദ്ധാന്തങ്ങൾ. ഒന്ന് ഫ്രോയിഡിൻ്റെ മാനസിക വിശ്ലേഷണം എന്നുള്ള ഈ സൈക്കോ അനാലിസിസ് സിദ്ധാന്തം, അതുപോലെ മാർക്സിയൻ സിദ്ധാന്തം, അഡ്ലർ എന്നുള്ള ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അഡ്ലറിൻ്റെ കൂടെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആ സമയത്താണ് റിലേറ്റിവിറ്റി തിയറി, ലോകത്തിൻ്റെ പ്രവർത്തനം, പ്രകൃതിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള വലിയൊരു സിദ്ധാന്തമാണല്ലോ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റൈൻ. അത് ആ കാലത്താണ് വരുന്നത്. അപ്പോൾ ആ ഇടയിലാണ് ഐൻസ്റ്റൈൻ്റെ ഈ സിദ്ധാന്തം ശരിയാണോ അല്ലയോ നോക്കാൻ ഒരു പരീക്ഷണം നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം ശരിയാണെങ്കിൽ പ്രകാശരശ്മികൾ വളരെയധികം പിണ്ഡമുള്ള മാസുള്ള ഒരു വസ്തുവിൻ്റെ അടുത്തൂടെ വരികയാണെങ്കിൽ അത് വളയണം. സൂര്യൻ്റെ അടുത്തുകൂടെ പോകുന്ന പ്രകാശരശ്മി, ദൂരെ നിന്ന് വരുന്ന നക്ഷത്രത്തിലെ പ്രകാശരശ്മികൾ, വിദൂര നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന നക്ഷത്രരശ്മികൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ സൂര്യൻ എന്ന വലിയ ഭീമാകാരമായ ഗോളത്തിനടുത്തുകൂടെ വരുമ്പം അതൊരിത്തിരി വളയണം. ആ വളഞ്ഞാൽ മാത്രമേ ഐൻസ്റ്റൈൻ്റെ ഈ സിദ്ധാന്തം ശരിയാവുന്ന. അതിനൊരു പരീക്ഷണം നടക്കുകയാണ്. എഡിങ്ടൺ ഒരു പരീക്ഷണം നടത്തും. അപ്പോൾ ഒരു ഗ്രഹണ സമയത്ത് നക്ഷത്രങ്ങളുടെ പൊസിഷനിൽ, സാധാരണ നമുക്ക് കാണാൻ പറ്റാത്ത നക്ഷത്രങ്ങളെ ഗ്രഹണ സമയത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഫോട്ടോ എടുക്കുകയും നേരത്തെ ഉള്ള സ്ഥാനത്ത് നിന്ന് ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്, അതായത് ഈ പ്രകാശരശ്മി വളയുന്നുണ്ടെന്ന് അവർ തെളിയിച്ചു. അപ്പോൾ എന്തുണ്ടായി? ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം ശരിയാണ്. അപ്പോൾ എന്താ ഉണ്ടായത്? ഇതുപോലത്തെ സിദ്ധാന്തങ്ങളൊക്കെ തന്നെയാണ് ഫ്രോയിഡിൻ്റെ ഒക്കെ സിദ്ധാന്തങ്ങൾ. കാരണം ഇതുപോലത്തെ ആവേണ്ടതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സിദ്ധാന്തമാണല്ലോ അത്. അപ്പോൾ ഈ സിദ്ധാന്തം പക്ഷേ തെറ്റാണ് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് തെറ്റാൻ തെളിയിക്കാൻ പറ്റുക? ഏതൊരു മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാലും അതിനൊരു ഫ്രോയിഡിയൻ വിശദീകരണം സാധ്യമാണ്. കഥ എങ്ങനെയാണ്, എന്തിനേയും വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അഡ്ലറിൻ്റെ, ഇപ്പം ഞാൻ പോപ്പറിൻ്റെ അനുഭവമാണ് പറയുന്നത്. അഡ്ലറുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കുട്ടിയുടെ ഒരു കേസ്, അഡ്ലറിൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരു കുട്ടിയുടെ ഒരു കേസിനെ കുറിച്ച് അദ്ദേഹത്തിന് സിദ്ധാന്തം വെച്ചുകൊണ്ടൊരു വിശദീകരണം പറയും. എനിക്കത് എങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുക എന്ന് പോപ്പർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, 2000 രോഗികളുടെ എൻ്റെ അനുഭവം വെച്ചാണ് ഞാനത് പറയുന്നത്. അപ്പോൾ പോപ്പർ പറഞ്ഞത്രേ, ഇനി നിങ്ങൾ 2000 എന്ന് പറയണ്ട കേട്ടോ, 2001 എന്ന് പറഞ്ഞോളൂ, ഇതും കൂടി ആയല്ലോ. അപ്പോൾ എന്താണ്, നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള കഥയെ ന്യായീകരിക്കുക. അത് ഈ ബയാസസ് ഉള്ളത് കൊണ്ട് നമ്മൾ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അത് മാറ്റാനുള്ള വഴി എന്താണ്? എങ്ങനെയാണ് ഈ വസ്തുത, ഈ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ അതിന് ശാസ്ത്രത്തിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. ഒരു ഫോൾസിഫയബിളാണ് ഇന്നൊരു കാര്യം ഈ സിദ്ധാന്തം വെച്ച് നടക്കില്ല എന്നാണ് ഫോൾസിഫയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സംഗതി ശാസ്ത്രീയമാണ്, ഒരു സിദ്ധാന്തം. അത് സയൻസിലാവട്ടെ സാമൂഹ്യ ശാസ്ത്രങ്ങളിലാവട്ടെ, ഒരു സിദ്ധാന്തം ശരിയോ തെറ്റോ എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ അത് സാധുവാണോ, അതിന് ശാസ്ത്രീയമായ സാധുതയുണ്ടോ എന്ന് പറയണമെങ്കിൽ പോപ്പർ പറയുന്നത് എന്താണ്? ആ സിദ്ധാന്തം വെച്ച് ഇന്നൊരു കാര്യം നടക്കില്ല എന്ന് പറയാൻ പറ്റണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പരിണാമ സിദ്ധാന്തം പറയാം. പരിണാമ സിദ്ധാന്തത്തിൽ ഒരു റിസ്കി പ്രഡിക്ഷൻ നടത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്ത പ്രകാരം ഏറ്റവും ലളിതമായ ജീവികളിൽ നിന്ന് പരിണമിച്ചാണ് പിന്നീട് ഇന്ന് കാണുന്ന കോംപ്ലക്സ് ആയ ജീവികൾ കൊണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഴയ പാറ അടുക്കുകളുണ്ടല്ലോ, ഈ ഊറൽ പാറകളിൽ
സഹസ്രാബ്ദങ്ങളായി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളായി പാറ അടുക്കുകളുണ്ട്. വർഷങ്ങളായിട്ട് ഇങ്ങനെ റോറൽ പാറകൾ. അതിൽ മൃഗാവശിഷ്ടങ്ങളാണ്, അതിന് ഫോസിലുകൾ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും താഴെ ഉള്ള ഈ പാറ അടുക്കുകളിൽ നമ്മൾ ഏറ്റവും ലളിതരായ ജീവികളെ മാത്രമേ കാണൂ. അതിൻ്റെ ഫോസിലുകൾ മാത്രമേ കാണൂ. മുകളിലോട്ട് വരുമ്പോൾ എന്തായി കുറേ കൂടി കോംപ്ലക്സായ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഫോസിലുകൾ കാണാൻ പറ്റും. അപ്പോൾ JBS ഹാൾഡെയിനോട് പറഞ്ഞതാണ്, അദ്ദേഹത്തോട് ചോദിച്ചാണിത്, എങ്ങനെയാണ് പരിണാമ സിദ്ധാന്തത്തെ ഫാൾസിഫൈ ചെയ്യുക, ഒരു ഫാൾസിഫൈബിൾ പ്രഡിക്ഷൻ എങ്ങനെയാണ് പറയാം. പറഞ്ഞു, എ റാബിറ്റ് ഫോസിൽ ഇൻ ദ പ്രീകാംബ്രിയൻ റോക്ക്. വളരെ പുരാതനമായ പ്രീകാംബ്രിയൻ കാലത്തുള്ള പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള ആ പാറകളിൽ ഒരു മുയലിൻ്റെ ഫോസിൽ കണ്ടാൽ ഈ സിദ്ധാന്തം തകർന്നു. അതിൻ്റെ ശാസ്ത്രീയമായ സിദ്ധാന്തം പറഞ്ഞു. ഒരു സിദ്ധാന്തത്തിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് എവിടെയാണ്? അതൊരു ഫോൾസിഫൈബിളായ പ്രഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റണം. അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഫോൾസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നും നമ്മൾ ഈ പ്രീകാംബ്രിയൻ റോക്കുകളിലൊന്നും എവിടെയും നമ്മളൊരു മുയലിൻ്റെയോ മനുഷ്യൻ്റെയോ ഒന്നും പിന്നെ ഫോസിലുകൾ കാണാൻ പറ്റില്ല. അത് ആ ക്രമത്തിന് തന്നെ എന്താണോ നമ്മുടെ ഈ പിന്നെ പരിണാമ സിദ്ധാന്തം പ്രവചിക്കുന്നത് അതനുസരിച്ച് തന്നെ കാണാൻ പറ്റും എവിടെയായിരുന്നു. അങ്ങനെ ഒന്ന് വന്നാൽ അതോടെ തീർന്നു. ഈ സിദ്ധാന്തം തീർന്നു. നമ്മൾ വേറെ സിദ്ധാന്തം നമ്മൾ അതിനെയും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇനി സിദ്ധാന്തം അതിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിദ്ധാന്തത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അതാണ് ശാസ്ത്രത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. പക്ഷെ പൊതുവേ ശാസ്ത്രം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്രിമമായ ഒരു രീതിയാണ്. ശാസ്ത്രത്തിൻ്റെ ചിന്താരീതി സ്വാഭാവികമായ ചിന്താരീതിയേ അല്ല, അസ്വാഭാവികമായ പ്രകൃതി വിരുദ്ധമായ ഒരു ചിന്താരീതിയാണ് നമുക്ക് ശാസ്ത്രത്തിലായാലും സാമൂഹ്യ ശാസ്ത്രത്തിലായാലും ഒക്കെ ആവശ്യം. അതുകൊണ്ടാണ് കോഗ്നിറ്റീവ് ബയാസസ് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ദ പ്രോസസ് വെറിൻ അവർ പെർസെപ്ഷൻസ് അബൌട്ട് റിയാലിറ്റി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ബിലീഫ്സ് ദാറ്റ് വി ഹോൾഡ് അബൌട്ട് ഇറ്റ് ഈസ് കോൾഡ് ബിലീഫ് ഡിപ്പെൻഡൻറ്റ് റിയലിസം. ഇതാണ് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തു പോരുന്നത്, ബിലീഫ് ഡിപ്പെൻഡൻറ്റ് റിയലിസം. പിന്നെ എന്താ പറയുക, അതിന് വിശ്വാസാധിഷ്ഠിത യാഥാർത്ഥ്യം എന്ന് പറയാം. നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമൊക്കെയും വിശ്വാസാധിഷ്ഠിതമാണ്. ഭയങ്കരമായിട്ട് ബോറടിക്കണ്ട. Smart people believe weird things because they are better at rationalizing their beliefs that they hold for non-smart reasons. ഇതും കൂടി ഒരു ഇതിൻ്റെ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വെക്കാൻ വിചാരിക്കുകയാണ്. ഇൻട്രൊഡക്ഷനേ ആയിട്ടുള്ളൂ മക്കളെ, ഇനിയുണ്ട്. ഊണൊക്കെ കയറുമ്പോഴേക്കും വിടാം കേട്ടോ. വളരെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു സംഗതിയാണ്, നമ്മൾ ഈ ശാസ്ത്രീയമായ ചിന്ത, യുക്തിപരമായി ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ വളരെ അയുക്തികമായി ചിന്തിക്കുന്ന വളരെ വലിയ പ്രമുഖന്മാർ ഒക്കെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും അയുക്തികമായൊരു വിശ്വാസം പറയുമ്പോൾ അത് ഇത്ര വലിയ ആൾക്കാരൊക്കെ പറയുന്നതാണല്ലോ, അത് നിങ്ങൾക്ക് എന്താ അത് വിശ്വാസം? പിന്നെ രാഹുകാലം നോക്കിയിട്ടാണ് ഇവിടെ റോക്കറ്റ് വിടുന്നത്, നിങ്ങൾക്ക് എന്താ രാഹുകാലം നോക്കിയാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് പീപ്പിൾ, റോക്കറ്റ് സയൻറ്റിസ്റ്റായിട്ട് കാര്യമില്ല, സ്മാർട്ട് പീപ്പിൾ ബിലീവ് വിയേർഡ് തിങ്സ് ബിക്കോസ് ദേ ആർ ബെറ്റർ അറ്റ് റാഷണലൈസിങ് ദർ ബിലീഫ്സ്. കാരണം നമ്മുടെ രീതി എന്താണ്? ബിലീഫ് ഡിപ്പെൻഡൻറ്റ് റിയലിസമാണ് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസങ്ങളെ റാഷണലൈസ് ചെയ്യാണ് 99.75% ആൾക്കാരും ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസങ്ങളെ ന്യായീകരിക്കുക, റാഷണലൈസ് ചെയ്യാനുള്ളതാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മതവിശ്വാസമായിക്കോട്ടെ, പിന്നെ നമ്മുടെ സമൂഹം പകർന്നു തരുന്ന വിശ്വാസങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ വിശ്വാസങ്ങളായിക്കോട്ടെ, ദേശീയതയായിക്കോട്ടെ, എന്ത് വിശ്വാസങ്ങളായാലും. അപ്പോൾ ബുദ്ധിമാന്മാരായ സ്മാർട്ടായ ആൾക്കാർ ദേ ആർ ബെറ്റർ അറ്റ് റാഷണലൈസിങ് ദർ ബിലീഫ്സ്. അതാണ് അവർ ബുദ്ധിയുള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ ഭംഗിയായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ രാഹുകാലത്തിനെ കുറിച്ചിട്ട് പറയുന്ന പിന്നെ ഒരു രാഹുകാലത്തിന് വിശ്വസിക്കുന്ന ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റ് പല ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിച്ചോളി, മനസ്സിലായാൽ. കാരണം ദേ ആർ വെരി സ്മാർട്ട് അറ്റ് റാഷണലൈസിങ് ദർ ബിലീഫ്സ്. പക്ഷേ ഈ ബിലീഫ്സ് എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്, എന്തുകൊണ്ടാണ് വെക്കുന്നത്? ദേ ഹോൾഡ് ഇറ്റ് ഫോർ നോൺ സ്മാർട്ട് റീസൺസ്. അത്ര സ്മാർട്ടായ കാരണങ്ങൾ കൊണ്ടല്ല ഇത് നിലനിർത്തുന്നത്, അത് സാമൂഹ്യമായ കാരണങ്ങൾ കൊണ്ട്, വേറെ കാരണങ്ങൾ കൊണ്ട് നിലനിർത്തുന്നത്. അപ്പോൾ നേരത്തെ ഞാനത് സൂചിപ്പിച്ചതാണ്, വി ആർ
റൈസൺ ഏപ്സ് നോട്ട് ഫാളൻ ഏഞ്ചൽസ്. എല്ലാ പഴയ കഥകളിലും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പതിച്ച മാലാഖയാണ് ആകാശത്ത് നിന്ന്, അല്ലേ? നമ്മൾ അങ്ങനെയാണ് പറയാം. ദിവ്യഭോഗം വിട്ടാശു മണ്ണിലണഞ്ഞു എന്നാണ് ആശാൻ പറയാം. എന്ന് വെച്ചാൽ പിന്നെ നമ്മൾക്ക് വാസ്തവത്തിൽ നമ്മളൊക്കെ ദേവന്മാരാണ്, ആകാശത്താണ്. നമ്മൾ യഥാർത്ഥ നമ്മുടെ സ്ഥാനം എന്ന ആകാശത്ത് എവിടെയാണ്? അവിടെ സ്വർഗത്തിലോ വേറൊരു സ്ഥലത്താണ്. അവിടുന്ന് നമ്മൾ വീഴാണ് ഇങ്ങോട്ട്, നരലോകത്തിലേക്ക് വീഴാന്നാണ് പൂന്താനം പറയാം, അല്ലേ? നരലോകത്തിൽ വന്ന് വീഴാണ് പിന്നെ ആകാശത്തു നിന്നാണ്. അപ്പോൾ ഇതാണ് പുരാതനമായ ലോകധാരണ. എന്താണ്? വി ആർ ഫാളൺ ഏഞ്ചൽസ് എന്നാണ്. നമ്മുടെ യഥാർത്ഥ രൂപം എന്താണ്? നമ്മളൊക്കെ ദേവാംശങ്ങളാണ്, മേലെ നിന്ന് വരുന്നതാണ്, അവിടെ നിന്നാണ് വരുന്നത്. പുതിയ മനസ്സിലാക്കൽ നമ്മൾ ഉയർന്നു പോയ വാനരന്മാരാണ്. വി ആർ റൈസൺ ഏപ്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു നമ്മുടെ ലോകധാരണയെ തന്നെ വളരെ മാറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്? ഇന്നത്തെ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ള മനുഷ്യൻ. അത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളത്. കാരണം നമ്മുടെ ധാരണകൾ, ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ ശാസ്ത്രത്തിലൂടെയൊക്കെ വളരെയധികം വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആർക്കമിഡീസ് എന്ന വലിയ അക്കാലത്തെ ഏറ്റവും വലിയ ഭൗതിക ജ്ഞാനിയേക്കാൾ ജ്ഞാനം ഇന്നൊരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഉണ്ട്. അത്രയും നമ്മുടെ ആർജിത ജ്ഞാനമുണ്ട്. വി ആർ റൈസൺ ഏപ്സ് നോട്ട് ഫാളൺ ഏഞ്ചൽസ്. അപ്പോൾ പക്ഷേ റൈസൺ ഏപ്സ് ആയതുകൊണ്ട് എന്താണ്? പുരാതനമായ ഒരു പരിണാമ ചരിത്രം നമുക്കുണ്ട്. ഈ പരിണാമ ചരിത്രം എന്തിൻ്റെതാണ്? കഥാധിഷ്ഠിത ജീവിതത്തിൻ്റെയാണ്. ഞാൻ പറയാം, നമ്മുടെ ജീവിതം ഒന്നൊക്കെ കഥാധിഷ്ഠിതമായിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ മസ്തിഷ്കം വികസിച്ചു വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ കാര്യകാരണങ്ങൾ കാണാൻ, ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ലോകത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഇതിനൊന്നും വേണ്ടിയുള്ള മസ്തിഷ്കമല്ല നമുക്കുള്ളത്. നമ്മുടെ മസ്തിഷ്കം എന്തിനാണ്? ഇരപിടിക്കാനും ഇരയാവാതിരിക്കാനും, അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ ചില ജൈവ ചോദനകൾ പിന്നെ പൂർത്തീകരിക്കാനാണ് നമ്മുടെ മസ്തിഷ്കം വികസിച്ചു വന്നിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് മസ്തിഷ്കം പരിണമിച്ചുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പരിമിതികളാണ് ഈ കോഗ്നിറ്റീവ് ബയസസ് ഒക്കെ. ഇതുപോലത്തെ ജീവിതമായിരുന്നു നമ്മുടെ അടുത്ത കാലം വരെ ഇങ്ങനെയാണ് ജീവിച്ചു പോകുന്നതാണ്. ഒരു വാക്കും കൂടി പറഞ്ഞേക്കാം, ഹ്യൂറിസ്റ്റിക് എന്നൊരു വാക്ക്. ഹ്യൂറിസ്റ്റിക്. വാട്ട് ഈസ് എ ഹ്യൂറിസ്റ്റിക്? എ ഹ്യൂറിസ്റ്റിക് ഈസ് എ മെൻ്റൽ മെത്തേഡ് ഓഫ് സോൾവിങ് എ പ്രോബ്ലം. അപ്പോൾ എന്താ അവസാനം കഴിഞ്ഞു പോകുമ്പോൾ ഇയാൾ വന്ന് ഇത്രയും പറഞ്ഞിട്ട് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഒരു വാക്ക് പുതുതായിട്ട് കേട്ടു. എന്തെങ്കിലും ഒരു കൊണ്ടുണ്ടാവണ്ടേ? ഒരു ശനിയാഴ്ച വന്ന് മെനക്കെട്ടിരുന്നിട്ട് ഈ വാക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഹ്യൂറിസ്റ്റിക് എന്നുള്ള വാക്ക് ഒരാൾ കേട്ടിട്ടുണ്ട്. ബാക്കി 29 ആൾക്കാർക്ക് ഒരു പുതിയ കാര്യം ഞാൻ തോന്നില്ലോ. ഹ്യൂറിസ്റ്റിക് എന്നൊരു വാക്ക് വരും. ഇവിടെ നഷ്ടക്കച്ചവടം എന്ന് പറയാൻ പറ്റില്ല. A heuristic is a mental method of solving a problem through intuition, trial and error, or informal methods where there is no formal means or formula for solving it. These heuristics are sometimes called rules of thumb. Although they are better known as cognitive biases. ഇതൊരു ഹ്യൂറിസ്റ്റിക് ആണ്. ആ ഒരു കൺസെപ്റ്റ് കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കോഗ്നിറ്റീവ് ബയസിൻ്റെ ഇവിടെ ഹ്യൂറിസ്റ്റിക് എന്നുള്ള വാക്ക് പറഞ്ഞത്. ഹ്യൂറിസ്റ്റിക് റൂൾസ് ഓഫ് തമ്പ് എന്നാണ്. എന്താ റൂൾസ് ഓഫ് തമ്പ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ റൂളർ ഇല്ല എന്ന് നോക്കാം. നമ്മൾ റൂൾസ് ഓഫ് തമ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ്. റൂളർ എന്ന് വെച്ചാൽ എന്താണ്? അളക്കുന്ന സ്കെയില് അതില്ല നോക്കാം. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമുക്കൊരു ഈ തമ്പിനൊരു റൂളറാക്കാം. എങ്ങനെയാണ്? ഇതാണ് 1 ഇഞ്ച്, പഴയ ഇഞ്ചിൻ്റെ കണക്ക്. ഞാൻ വാസ്തവത്തിൽ ഇത് പഠിച്ചത് മെഡിസിൻ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ അനാട്ടമി പഠിച്ചിട്ട് അനാട്ടമി ഡിസെക്ഷൻ്റെ സമയത്ത് നമുക്കൊരു പരീക്ഷയുണ്ട്, ഡിസെക്ഷൻ പരീക്ഷയുണ്ട്. ശവങ്ങളിൽ വെച്ചിട്ട് ഡിസെക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എക്സാമിനർ വരും, നമ്മളിപ്പോൾ ഒരു ഭാഗം ഡിസെക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് എന്താണ് ഈ കാണുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ കുറേ എണ്ണം ഉണ്ടാവും, ഒരു 20 or 25 ലിസ്റ്റ് അത്രയും എനിക്ക് ഓർമ്മയില്ല. അത്രയും ലിസ്റ്റ് ഉണ്ടാവും. ഇന്ന് ഇപ്പം പോപ്ലീറ്റൽ ഫോസ, ഈ മുട്ടിൻ്റെ പിറകിലുള്ള ഭാഗം, ഇതാണ് എനിക്ക് ഡിസെക്ട് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ
അതുപോലെ ഓരോ ഭാഗങ്ങൾ ഡിസെക്ട് ചെയ്യാൻ കഴിയും. പോപ്ലിയർ ഫോസ, ക്യൂബിറ്റൽ ഫോസ, പോസ്റ്റീരിയർ ട്രയാങ്കിൾ, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഭാഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് പരീക്ഷയ്ക്ക് വെക്കുക. PV TPV എന്നിപ്പം പരീക്ഷ സൈഡിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ തീർച്ചയായും പരീക്ഷയ്ക്ക് വരും. അതേപോലെ TPV ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ കുറേ എണ്ണം. അതുപോലെ ഓരോ ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എവിടെയാണ് തുടങ്ങേണ്ടത്, അപ്പോൾ എവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ ഈ ഒരു വരയിൽ നിന്നും ഇതാണ് നമ്മൾ ഡിസെക്ട് ചെയ്യുന്നതായിരിക്കാം. 2 ഇഞ്ച് മേലെ ആരംഭിക്കുക ഉണ്ടാവുക. സ്റ്റാർട്ട് 2 inches എബോവ് ക്രീസ്, എൽബോ ക്രീസ്. ഇത് നമ്മൾ ബോഡിയിൽ കാണാം ഈ വര. ഇതിൽ നിന്ന് 2 ഇഞ്ച് മേലെ ആണ് നമ്മൾ ആദ്യത്തെ വര വരക്കേണ്ടത്. കത്തി കൊണ്ട് ആദ്യത്തെ മുറി വരക്കേണ്ടത്. അപ്പോൾ ഇഞ്ച് സ്കെയിൽ വെച്ച് വരക്കാൻ പറ്റും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ തമ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വെച്ചു 2 ഇഞ്ച് സൈഡ് വരെ വെച്ചു. അതാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായ? ഇത് കൃത്യമായിട്ട് 1 ഇഞ്ചാണോ എന്ന് ചോദിച്ചാൽ 1 ഇഞ്ചല്ല, പക്ഷെ കാര്യത്തിന് അത് മതി. അതാണ് റൂൾ ഓഫ് തമ്പ്. ഈ തമ്പ് കൊണ്ട് നമുക്ക് അത്യാവശ്യം 1 ഇഞ്ച് അളക്കാം. അത്യാവശ്യം വേണ്ടി വന്നാലും 1 അടി എന്ന് ഞാൻ നമുക്ക് അങ്ങനെ. അപ്പോൾ പക്ഷേ എത്രയാണ് മുല്ലപ്പ് വേണ്ടത്? 1 മുഴം. എന്താ മുഴത്തിൻ്റെ കണക്ക്? ഇവിടെ നിന്ന് ഇവിടെ വരെ അയാളുടെ മുഴം എത്രയാണ്, അതാണ് മുഴം. മനസ്സിലായ? മുഴത്തിൽ എപ്പോഴും മുല്ലപ്പ് വാങ്ങും. അയാൾ മീറ്റർ കണക്കിന് ആരും മുല്ലപ്പ് വാങ്ങില്ല. 2 മുഴം മുല്ലപ്പ് എന്നാണ് പറയുക. അപ്പോൾ അയാളുടെ ഇവിടെ വെച്ചോ. ഇതൊക്കെ റൂൾ ഓഫ് തമ്പാണ്. അപ്പം ഇതുപോലെ ഇതാണ് ഒരു ഹ്യൂറിസ്റ്റിക് എന്ന് പറയാവുന്ന അതിലൊരു ലളിതമായിട്ടുള്ള സംഭവം. മസ്തിഷ്കത്തിലും ഇതുപോലെ കുറേ റൂൾ ഓഫ് തമ്പുകളുണ്ട്. അപ്പോൾ എന്താണിത്? ഹ്യൂറിസ്റ്റിക് ഈസ് എ മെത്തേഡ് ഓഫ് സോൾവിങ് എ പ്രോബ്ലം ത്രൂ ഇൻറ്റ്യൂഷൻ, ട്രയൽ ആൻഡ് എറർ ഓർ ഇൻഫോർമൽ മെത്തേഡ്സ്. വളരെ ഫോർമൽ മെത്തേഡ് അല്ല. ദിസ് ഹ്യൂറിസ്റ്റിക് ഇസ് സംതിങ് റൂൾ ഓഫ് തമ്പ്. അപ്പോൾ ഇതാണ് റൂൾ ഓഫ് തമ്പ്. ഇപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ എന്താണ്? എ ബ്രോഡ്ലി ആക്യുറേറ്റ് ഗൈഡ് ഓർ പ്രിൻസിപ്പിൾ. ഏതാണ്ട് വളരെ വിശാലമായ അർത്ഥത്തിൽ കൃത്യമായ ബ്രോഡ്ലി ആക്യുറേറ്റ് ഗൈഡ് ഓർ പ്രിൻസിപ്പിൾ, ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു തത്വം, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് റാദർ ദാൻ തിയറി. അതിന് വലിയ സിദ്ധാന്തമൊന്നുമില്ല. അതൊരു സിദ്ധാന്തം അനുസരിച്ചുള്ളതല്ല, ഒരു റൂൾ ഓഫ് തമ്പ്. ഇവിടെ ഒരു കാർട്ടൂൺ കാണാം. അപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ബോസ് പറയാണ്, ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് യുവർ ഫുൾ അറ്റൻഷൻ. ഇവരിങ്ങനെ ഓരോ ആളും അവനവൻ്റെ മൊബൈലും പിന്നെ ലാപ്ടോപ്പൊക്കെ തുറന്ന് അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ ബോർഡിലെ അംഗങ്ങളൊക്കെ. അപ്പോൾ ഇവർ പറയാണ്, ഇറ്റ് ഈസ് അശോക്സ് ടേൺ ടു ലിസൺ. ഇഫ് യു സേ എനിത്തിങ് യൂസ്ഫുൾ ഹി വിൽ സെൻഡ് us an instant message. ഇവരിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചിരിക്കുക. കുറേ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യം കേട്ടോ, ഒരാളെ ഏൽപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഒരു വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇയാൾ പറഞ്ഞ എന്തെങ്കിലും കാര്യം തോന്നുകയാണെങ്കിൽ മറ്റേ മെസ്സേജ് ചെയ്താൽ ഇതാ ഇതിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുപോലെ ഇത് ഓരോ ആൾക്ക് ടേൺ വെച്ചിരിക്കുക. ഇവർ ഇത് അശോക്സ് ടേൺ ടു ലിസൺ ഇഫ് യു സേ എനിത്തിങ് യൂസ്ഫുൾ ഹി വിൽ സെൻഡ് us an instant message. അപ്പോൾ അയാൾ പറയും ഹീസ് അസ്ലീപ്. അയാൾ ഉറങ്ങാണ്. ഹീസ് എംപ്ലോയിങ് ഹ്യൂറിസ്റ്റിക്സ്. കാരണം ഇയാൾ പറയുന്നതിൽ ഒരു കാര്യമില്ല, ഒരു സാധനവും അയക്കേണ്ടത് ഉണ്ടാവില്ല എന്ന് അയാൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ആ സമയത്ത് കിടന്ന് ഉറങ്ങിയത്. അതിനാണ് ഹീസ് എംപ്ലോയിങ് ഹ്യൂറിസ്റ്റിക്സ്. കാരണം അതിനുവേണ്ടി മെനക്കെടണ്ടെന്നാണ്. മനസ്സിലായ? അപ്പോൾ പിന്നെ അടിയിൽ ഇത്തിരി വെള്ളമില്ലെങ്കിൽ വറ്റില്ലെങ്കിൽ കഞ്ഞി മുഴുവൻ ഞാൻ കുടിച്ച് വറ്റിക്കണ്ടല്ലോ, കഞ്ഞിവെള്ളം മുഴുവൻ കുടിച്ച് വറ്റിക്കണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അടിയിൽ വെള്ളമില്ല, വറ്റില്ലാത്ത ഒരു പിന്നെ പാത്രം കഞ്ഞിവെള്ളം കുടിക്കണ്ട. അതൊരു ഹ്യൂറിസ്റ്റിക്കാണ്. മനസ്സിലായ? അപ്പോൾ ഇത് കുടിക്കണത് എന്തിനാണ്? പശു ഈ വെള്ളം മുഴുവൻ കുടിക്കണത് എന്തിനാണ്? അതിൻ്റെ അടിയിൽ കുറച്ച്, അതുകൊണ്ട് പിണ്ണാക്കൊക്കെ അടിയിലിടുക. പിണ്ണാക്കാരും ഇങ്ങനെ കൊടുക്കില്ല, പിണ്ണാക്കിൻ്റെ അടിയിലിടുക. ഈ പിണ്ണാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം മുഴുവൻ കുടിച്ചോളും പശു. കഞ്ഞിവെള്ളം തീർന്നു കിട്ടും. അതുപോലെ അതിൻ്റെ ആവശ്യമില്ലെങ്കിലേ ഹീസ് എംപ്ലോയിങ് എ ഹ്യൂറിസ്റ്റിക്. ഇത് മുഴുവൻ വെറും പിന്നെ കാര്യമില്ലാകുമ്പോൾ മൂപ്പര് ഹി എംപ്ലോയിഡ് എ ഹ്യൂറിസ്റ്റിക്. എന്താ ഹ്യൂറിസ്റ്റിക്? ചുമ്മാ കിടന്നുറങ്ങാം, ആ സമയം ഉറങ്ങാം, ഒരു കാര്യമില്ല ഇയാൾ പറഞ്ഞാൽ. ക്ലാസ്സിൽ ഉറങ്ങുന്നത് ഹ്യൂറിസ്റ്റിക്കാണ്. ഇന്നലെ മിനിയാന്ന് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെയും കൂട്ടി അദ്ദേഹത്തിന് പിന്നെ കുറച്ച് എൻ്റെ വേറൊരു ഡോക്ടർ സുഹൃത്തിനടുത്ത് പോയി. ഞാനൊരു ഓർത്തോപെഡിക് സർജനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ കുട്ടികളെ മുതൽ മുതിർന്ന ആൾക്കാർ വരെ പല ആൾക്കാരും വീണ് കൈ ഒടിഞ്ഞിട്ടൊക്കെ വരും. ഇദ്ദേഹം ഒരു പ്രധാനമായിട്ടും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ്റെ നോക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികം പ്രായമുള്ള ആൾക്കാർ ധാരാളമായി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ഈ ബന്ധുവിനെയും കൊണ്ട് ചെന്നു, ഒരു കൺസൾട്ടേഷന് വേണ്ടി ചെന്നു. നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞ് മുപ്പരും തിരക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടിരുന്നു, കസേരയിലിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത്, എന്താ വിഷമം? വളരെ ഒച്ചത്തിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഹീസ് എംപ്ലോയിങ് ഒരു ഹ്യൂറിസ്റ്റിക്. കാരണം അദ്ദേഹം ഈ പ്രായമുള്ള ആൾക്കാരെ കണ്ട് അദ്ദേഹത്തിന് അറിയാം. ഓട്ടോമാറ്റിക്കായിട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ശബ്ദത്തിലേ ചോദിക്കും,
അതൊരു ഹ്യൂറിസ്റ്റിക് ആണ്. സ്റ്റീരിയോ ടൈപ്പിംഗ് ഹ്യൂറിസ്റ്റിക്. ഞാനത് ചെയ്യാറില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല തോന്നിയതാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇതാണ് എന്ന് ഞാൻ എൻ്റെ രോഗികളെടുത്ത് പലപ്പോഴും ശബ്ദത്തിൽ ചോദിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ആവശ്യമില്ല. കാരണം അദ്ദേഹം കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇറ്റ്സ് എ റൂൾ ഓഫ് തമ്പ്. സംസാരിക്കുന്നത് തന്നെ വശത്തിലാണ്. മനസ്സിലായ? അപ്പോൾ ഇതാണ് ഒരു ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, കോഗ്നിറ്റീവ് ബയാസസ് എന്ന രൂപത്തിലുള്ള ഹ്യൂറിസ്റ്റിക് എന്നുള്ള ഒരു രീതി, ഈ രീതിയിലുള്ള റൂൾ ഓഫ് തമ്പ് നമ്മൾ പലതിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഹ്യൂറിസ്റ്റിക് ആണ്. അതല്ലെങ്കിൽ 21 വയസ്സാവാതെ മദ്യം വിൽക്കില്ല. അത് കേരളത്തിലൊക്കെയുള്ള റൂൾ തന്നെയാണ്. 21 വയസ്സാവാതെ നിങ്ങൾക്ക് മദ്യം വാങ്ങാൻ പറ്റില്ല. യു മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 21 years or older to be served. വാതിലുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ 21 വയസ്സായിട്ട് കയറാൻ പാടുള്ളൂ ഉള്ള നിയമമുണ്ട് അവിടെ. ഇതിലിപ്പോൾ എന്താ ഒരു കാര്യം, 17 വയസ്സുണ്ടാകുമ്പോൾ തന്നെ വളരെ ഉത്തരവാദിത്വപൂർവ്വം ലഹരി ഉപയോഗിക്കാനും മാത്രം മസ്തിഷ്ക വികാസം സിദ്ധിച്ച ആൾക്കാരുണ്ടാവും. ഒരു 17 വയസ്സായാലും അവർ ഒരു നിലവിട്ട് മദ്യപിക്കുകയെ ആ മദ്യം അപകടകരമായ രൂപത്തിൽ കഴിക്കുകയില്ലായിരിക്കാം. അങ്ങനെയുള്ള മാനസിക വളർച്ചയെത്തിയ ആൾക്കാരുണ്ടാവും. 32 വയസ്സായിട്ട് എത്താത്ത ആൾക്കാരും ഉണ്ടാവും. കുട്ടിച്ച് കുന്തം മറിഞ്ഞ് 50 വയസ്സായാലും കുട്ടിച്ച് നാശാകുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെന്താ 21 കണക്ക്? അതിനില്ല, അതൊരു ഹ്യൂറിസ്റ്റിക്കാണ്. നമ്മളൊരു ഒരു ഹ്യൂറിസ്റ്റിക് പ്രാക്ടിക്കാലിറ്റിയാണ്. നമ്മളൊരു 21 വയസ്സ് വോട്ടവകാശം 18 വയസ്സ്. എന്താ 18 വയസ്സിൽ മാത്രം സംഭവിക്കുന്ന സംഭവമാണ് വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള നമ്മുടെ മാനസിക വളർച്ച 18ാമത്തെ ആ സുപ്രഭാതത്തിൽ പൊട്ടിവിടുന്ന ഒരു സംഭവമാണ്. അതൊന്നുമില്ല. പക്ഷെ അതൊരു ഹ്യൂറിസ്റ്റിക്കാണ്. അതാണ് ഹ്യൂറിസ്റ്റിക് എന്നുള്ളത്. അതൊരു റൂൾ ഓഫ് തമ്പ്. ഒരു സ്റ്റാൻഡേർഡ് വേണം നമുക്ക് എന്നുള്ളതുണ്ട്. അതുപോലെ ഒരു കണ്ടാജിയൻ ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ, പക്ഷിപ്പനി പിടിച്ചു, കുറേ പക്ഷിപ്പനി പിടിച്ച് കുറേ താറാവുകൾ കുട്ടനാട്ടിൽ മരിച്ചു. ഇത് മനുഷ്യന് പകരാം, ഏവിയൻ ഫ്ലൂ മനുഷ്യന് പകരാമെന്നുള്ള പേടിയായി. അപ്പോൾ ആ ഘട്ടത്തിൽ ഓരോ താറാവിനെയും പിടിച്ച് ഇതിന് ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാളും എന്താണ് വിച്ച് ഇസ് ദ ഹ്യൂറിസ്റ്റിക് ആപ്ലിക്കബിൾ? എല്ലാത്തിനും തട്ടിക്കളയാനുള്ള വരുന്ന നഷ്ടം കുറവാണ്. അതൊരു ഹ്യൂറിസ്റ്റിക്കാണ്. ഇതുപോലെയുള്ള എളുപ്പപ്പണികൾ വഴിയാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇതേ മെത്തേഡ് നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ശീലിക്കുന്ന ഹ്യൂറിസ്റ്റിക് മസ്തിഷ്കം എന്ന ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിലും കുറേ ഹ്യൂറിസ്റ്റിക്കുകളുണ്ട്. മനസ്സിലായോ? അതിൽ ചില ഹ്യൂറിസ്റ്റിക്കുകൾ പലപ്പോഴും ബിക്കോസ് ദേ ആർ ഓൺലി ബ്രോഡ്ലി ആക്യുറേറ്റ്. ഇറ്റ്സ് എ ബ്രോഡ്ലി ആക്യുറേറ്റ് ഗൈഡ്. പഴയ നമ്മുടെ പ്രകൃതിനിസൃതമായ ജീവിതത്തിൽ, കഥാധിഷ്ഠിതമായ നമ്മുടെ പുരാതന ജീവിതത്തിൽ ഇറ്റ് വാസ് ബ്രോഡ്ലി ആക്യുറേറ്റ്. നമ്മുടെ ഈ കഥകളൊക്കെ ഒരുമാതിരി ബ്രോഡ്ലി ആക്യുറേറ്റ് ആണ്. അതിപ്പോൾ ആകാശത്ത് മഴ പെയ്ക്കുന്നത് ഇന്ദ്രനാണ് വിശ്വസിച്ചുകൊണ്ട് തിരിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ മഴയുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്നില്ല. പക്ഷേ മഴയുടെ കാലം അറിഞ്ഞ് കൃഷി ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ചില ജ്ഞാനങ്ങൾ ആവശ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ മഴ പെയ്യിക്കേണ്ട ആവശ്യം വരുമ്പോൾ എന്ത് ആവശ്യം വരുന്നു? നമുക്ക് കുറേ കൂടി കൃത്യമായിട്ടുള്ള ധാരണ. അപ്പോൾ നമ്മുടെ പഴയ എന്തെങ്കിലും ഹ്യൂറിസ്റ്റിക് പോരാ. നമ്മുടെ ഏജന്റിസിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയാം അതിനെ. നമ്മളെല്ലാത്തിലും ഈ ഏജന്റിനെ കാണാം. നമ്മൾ പറയാറില്ലേ പൊതുവെ എല്ലാത്തിനും പിന്നിൽ ഏജന്റ് കാണുക എന്നുള്ളത് നല്ലൊരു ഹ്യൂറിസ്റ്റിക്കാണ്. കാരണം എന്താണ്? ഞാനൊരു പേര് വിളിക്കുകയാണ്. ഞാനിപ്പം പ്രസ്സിലിരിക്കുമ്പോൾ പറയുന്നൊരു ഇതാണിത്, ഏജന്റിസിറ്റി ഹ്യൂറിസ്റ്റിക് എന്നൊരു വാക്ക് ഞാൻ പറയാണ്. അങ്ങനെ വാക്കിട്ടോ അറിയില്ല, ഞാൻ പറയുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പല ദിക്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ദിക്കിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ ആരും ചോദിക്കണം എന്താണ്, ആരാത് എന്നാ, അല്ലേ? ആരാത്? അപ്പോഴാണ് പതുക്കെ ഒന്ന് എണീറ്റ് പണ്ടാരം ഒന്ന് ചെന്ന് നോക്കുമ്പോൾ കാറ്റടഞ്ഞിട്ട് വാതിലടച്ച ആളല്ല. ശരി, വന്ന് കിടന്നു. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഏതൊരു ശബ്ദം കേൾക്കുമ്പോഴും ഒരു അനക്കം കാണുമ്പോഴും അത് ആരാണ് എന്നാണ് ചോദിക്കുക. അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, ബോധപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു ഏജന്റ് ഉണ്ട്. ഇത് സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിന്ന് നമ്മുടെ കഥാജീവിതത്തിൻ്റെ, മനുഷ്യൻ്റെ റേസ് ആൻഡ് ഹൈപ്സ് അല്ലേ നമ്മുടെ കഥാജീവിതത്തിൻ്റെ ഈടുവെപ്പാണ്. കാരണം ഒരു പുല്ലിൽ കാറ്റടിച്ച് ശബ്ദമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അനക്കം കാണുമ്പോൾ ഇതൊരു പുലിയായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഓടിയ ആളാണ് രക്ഷപ്പെടുക, അല്ലേ? അതല്ലാണ്ട് അത് കാറ്റാണോ എന്താണെന്ന് പോയി നോക്കട്ടെ എന്നിട്ട് പോയ ആളെ പുലി പിടിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുട്ടികളുണ്ടാവില്ല. പുലി പിടിക്കാതിരിക്കണം എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. അപ്പോൾ അങ്ങനെ ഓടി രക്ഷപ്പെട്ട ആൾക്കാരുടെ ഒരു ഏജന്റിസിറ്റി ഹ്യൂറിസ്റ്റിക് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ മസ്തിഷ്കങ്ങളാണ് മക്കളുണ്ടാക്കാൻ ബാക്കിയായത്. അല്ലെങ്കിൽ അവരൊക്കെ പുലിയുടെ വായി പോയി. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഹ്യൂറിസ്റ്റിക് കൊണ്ടാണ് നമ്മൾ ഇന്നും. അപ്പോൾ അങ്ങനെയുള്ള ഏജന്റിസിറ്റി ഹ്യൂറിസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണ്? എല്ലാത്തിൻ്റെ പിന്നിലും, ഇല്ലാത്തതിൻ്റെ പിന്നിലും ഇത് ആരോപിക്കും.
അപ്പോൾ മഴ പെയ്യുന്നത് ഇന്ദ്രനാണ്, അഗ്നിയുടെ പിന്നിൽ അത് ഇളകുന്നൊരു സാധനമാണ്. അപ്പോൾ കഴിവുള്ള ശക്തിയിലാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലും ഒരു ദേവനുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇത് നമുക്ക് എപ്പോഴാണ് മതിയാവാതെ വരുന്നത്? നമുക്ക് പിന്നെ സാധാരണ നിലക്ക് തീയെ മെരുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ സ്വഭാവം എന്താണ്, ഇത് ഓക്സിജൻ കൂടിച്ചേരുന്നതാണ്, ഇതെങ്ങനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ ആവശ്യം വരുമ്പോഴാണ് ഓക്സിജൻ അസറ്റിലിൻ ഗ്യാസ് കൊണ്ട് എങ്ങനെ നമുക്ക് ഫ്ലെയിം ഉണ്ടാക്കാമെന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ടി നമുക്ക് ഇതിൻ്റെ യഥാർത്ഥമായ സത്യം അന്വേഷിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് ശാസ്ത്രീയമായ ചിന്തയും ആവശ്യം വരുന്നത്. അപ്പോൾ ഇതാണ് ഹ്യൂറിസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം. ദേ ആർ ഓൺലി ബ്രോഡ്ലി ആക്യുറേറ്റ്. അപ്പോൾ നമ്മൾ ഒരു സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഹ്യൂറിസ്റ്റിക്സ് ആർ സിമ്പിൾ എഫിഷ്യൻറ്റ് റൂൾസ് ലേൺഡ് ഓർ ഹാർഡ് കോഡഡ് ബൈ എവല്യൂഷണറി പ്രോസസ്സസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിണാമത്തിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിൽ സിദ്ധിച്ചതാവാം, ചിലപ്പോൾ നമ്മൾ ശീലിച്ചതാവാം. ദാറ്റ് ഹവ് ബീൻ പ്രപ്പോസ് ടു എക്സ്പ്ലെയിൻ ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസ്. ഇത് നമുക്ക് സോഷ്യൽ സയൻസിലും ആവശ്യമുണ്ട്. മനുഷ്യരെങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, പല തീരുമാനങ്ങൾ. കേവലം ശാസ്ത്രീയം എന്ന് ഞാൻ പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നല്ല ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ സയൻസിലൊക്കെ പ്രകൃതി വിരുദ്ധമായ ജീവിതം നയിക്കുന്ന നമുക്ക് നമ്മുടെ പ്രകൃതി വിരുദ്ധമായ ഡിസിപ്ലിൻസ് ചെയ്തു. അതൊക്കെ സോഷ്യോളജി ആയാലും കോമേഴ്സ് ആയാലും ഒക്കെ പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതിയിൽ കോമേഴ്സ് ഒന്നുമില്ല. മനസ്സിലായി? അതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സാധനങ്ങളാണ്. പ്രകൃതി വിരുദ്ധം തന്നെയാണ്. പ്രകൃതി വിരുദ്ധം തന്നെ പറയാൻ. അപ്പോൾ അവിടെയൊക്കെ തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? പുതിയ തരത്തിലുള്ള യുക്തിപൂർണമായ ചിന്ത വേണ്ടി വരും. അപ്പോൾ ടു എക്സ്പ്ലെയിൻ ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസ്, കം ടു ജഡ്ജ്മെൻറ്റ്സ്, ഓരോ മനുഷ്യർ എങ്ങനെയാണ് ഓരോ തീരുമാനങ്ങളിലെത്തുന്നത്, അതെല്ലാത്തിലും നിയമത്തിലടക്കം ഈ കോഗ്നിറ്റീവ് ബയസസ് ആണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മളെ പല തീരുമാനങ്ങളിലേക്കും പലതും തെറ്റാവാം തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബിക്കോസ് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ റൂൾ ഓഫ് തം, കോഗ്നിറ്റീവ് ബയസസ്, ഹ്യൂറിസ്റ്റിക്സ് നമ്മളെ പല തെറ്റായ നിഗമനങ്ങളിലേക്കും നയിക്കും. ആൻഡ് സോൾവ് പ്രോബ്ലം ടിപ്പിക്കലി വെൻ ഫേസിങ് കോംപ്ലക്സ് പ്രോബ്ലംസ് ഓർ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. നമ്മൾ തുടങ്ങി. ഒന്നാമത്തെ കൺഫർമേഷൻ ബയസ്. ഇതിന് എല്ലാത്തിനും ഞാൻ മലയാളമാക്കിയിട്ടില്ല കേട്ടോ, കുറേയൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ്. കൺഫർമേഷൻ ബയസ്, ഇതാണ് മദർ ഓഫ് ഓൾ കോഗ്നിറ്റീവ് ബയസസ് എന്ന് പറയും. എല്ലാ കോഗ്നിറ്റീവ് ബയസത്തിൻ്റെയും ഈ ധാരണാ പക്ഷപാതിത്വങ്ങളുടെയും മാതാവാണ് കൺഫർമേഷൻ ബയസ്. എന്താണത്? The tendency to seek and find confirmatory evidence in support of already existing beliefs and ignore or reinterpret disconfirming evidences. അപ്പോൾ ഒരു സംഗതിക്കെതിരായി നമ്മളൊരു കേസിൽ വാദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു വസ്തുതയെക്കുറിച്ചുള്ള പത്രറിപ്പോർട്ടുകൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഒരാളൊരു കാര്യം, ഒരു സംഗതി ഇന്നാണ് നടന്നതെന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു സംഗതി നമ്മൾ അന്വേഷിക്കുന്നു. മനുഷ്യൻ ആർ വി ഫോളൺ ഏഞ്ചൽസ് ഓർ റേസൺ എയ്പ്സ് എന്നുള്ള ചോദ്യം തന്നെ വെക്കാം. നമ്മൾ ഇങ്ങനെ വാനരജാതികളിൽ നിന്ന് പരിണമിച്ചാണോ മനുഷ്യനുണ്ടായി വന്നത്? ഇന്ന് കാണുന്ന വാനരന്മാരെന്നല്ല, പൂർവ്വകാല വാനരജീവികളിൽ നിന്നാണോ നമ്മൾ പരിണമിച്ചുണ്ടായത് എന്നുള്ള ചോദ്യം ഒരാൾ അന്വേഷിക്കുമ്പോൾ അയാളുടെ പിന്നിൽ അത് അങ്ങനെയല്ല എന്ന് ഉറച്ച ബോധ്യമുള്ള ആൾക്കാർ അതെങ്ങനെയാണ് സെർച്ച് ചെയ്യാം? ഇതിനെതിരായിട്ടുള്ള തെളിവുകൾ എന്താണെന്നാണ് അന്വേഷിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ? അത് ഏതിലുള്ളൊരു ഒരു ഒരു പ്രശ്നമാണ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥിരീകരണ പക്ഷപാതിത്വം എന്ന് പറയുന്നത്, കൺഫർമേഷൻ ബയാസ്. നിലവിലുള്ള വിശ്വാസങ്ങളെ പിന്തുണക്കുന്ന തെളിവുകൾക്കായി നമ്മൾ അന്വേഷിക്കും. അത് നമ്മുടേതാവാം, നമ്മുടെ ഗ്രൂപ്പിൻ്റെതാവാം. അതിനനുസരിച്ച് നമ്മൾ ആ തെളിവുകളെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യും. ആ വിശ്വാസങ്ങളെ സ്ഥിരീകരിക്കാത്ത വല്ല തെളിവുകളും നമ്മൾ എങ്ങാനും കണ്ടുപോയാലോ അതിനെ നമ്മൾ അവഗണിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ പുനർവ്യാഖ്യാനം ചെയ്യും. വേറെ തരത്തിൽ നമുക്കത് നമ്മളുടെ നെറേറ്റീവിന് അനുകൂലമായ രീതിയിൽ, അതല്ലെങ്കിലും അയാളല്ലെങ്കിൽ നുണ പറയുന്ന ആളാണ്, ഏതെങ്കിലും തരത്തിൽ നമ്മളതിനെ നമുക്കെതിരായിട്ടുള്ള ഒരു സംഗതിയെ അയാൾ പറഞ്ഞാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിലാണുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്കെതിരായ തെളിവുകളെ നമ്മൾ അവിശ്വസിക്കുകയും മാറ്റി പറയുകയൊക്കെ ചെയ്യും. ഇതാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്, സ്ഥിരീകരണ പക്ഷപാതിത്വം. എവറിത്തിങ് യു ലുക്ക് ഫോർ ആൻഡ് ഓൾ ദാറ്റ് യു പെർസീവ് ആസ് എ വേ ഓഫ് പ്രൂവിങ് വാട്ട് എവർ യു ബിലീവ്. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ്. ഇതാണ് മദർ, നമ്മൾ പറഞ്ഞതിൻ്റെ കോഗ്നിറ്റീവ് ബയസിൻ്റെ ഏറ്റവും മദർ ഓഫ് ഓൾ കോഗ്നിറ്റീവ് ബയസസ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് കുറേ നമ്മൾ മനുഷ്യൻ 969 ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താണ് ചെയ്യുക? ഈ അന്നത്തെ ഫോട്ടോകളും ഇതൊക്കെ എടുത്തിട്ട്
അതിലെ ഓരോ തെളിവുകൾ അവരുടെ വെബ്സൈറ്റുകളിൽ പോയാൽ നമുക്ക് ഒരുപാട് തെളിവുകൾ, ഇതങ്ങനെയല്ല, ഇതാണെങ്കിൽ ലൈറ്റ് ഇവിടുന്നാണ് വരേണ്ടത്, പിന്നെ ഈ പതാക എന്താ ഇങ്ങനെ പാറിക്കളിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല 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 ആർഗ്യുമെന്റുകൾ അവർ ഉന്നയിക്കും. അതുപോലെ തന്നെ ഓരോന്നിലുള്ള ഈ കോൺസ്പിറസി തിയറീസ് എന്ന് പറയാൻ, അതായത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, ഓരോ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും ഇത് ഉള്ള തെളിവുകൾ അവർ പല രീതിയിൽ എന്താ പറയുക റീഇൻറ്റർപ്രറ്റ് ചെയ്തും. ഇതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്കൊരു ധാരണ ഓൾറെഡി ഉണ്ട്, അതനുസരിച്ചിട്ട് ലഭിക്കുന്ന തെളിവുകളെ ആ രീതിയിൽ കാണാൻ പറ്റും. ഇത് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഞാനിത് ചെയ്തത് ഒരു കൺഫർമേഷൻ ബയാസ് കൊണ്ടാണോ എന്ന് നമ്മൾ നോക്കണം. അതിനുവേണ്ടിയാണ് ഈ കൺഫർമേഷൻ ബയാസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ കോഗ്നിറ്റീവ് ബയാസ് എന്ത് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ചിട്ട് കൃത്യമായ പക്ഷപാതിത്വമില്ലാത്ത ശരിയായ വിവരം കിട്ടണമെങ്കിൽ നമ്മൾ അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ നിഗമനം, നമ്മൾ ഇതിലെത്താൻ കാരണം, ഈ തെളിവിനെ ഞാൻ അത്ര ഗൗരവമായി എടുക്കാത്തതിൻ്റെ കാരണം എൻ്റെ കൺഫർമേഷൻ ബയാസ് ആണോ എന്ന് നമ്മൾ നോക്കാൻ പറ്റണം. ഇതൊരു പഠനമാണ്. 1978 ഒരു സൈക്കോളജി ജേർണലിൽ വന്നൊരു പഠനം. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് ഈ തരത്തിലുള്ള നമ്മുടെ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള ധാരണകൾ നമ്മുടെ അന്വേഷണത്തെ സ്വാധീനിക്കുന്നത് പറയാൻ വേണ്ടി. ഈ മാർക്ക് സ്നൈഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനോട് പറയുന്നത്, നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വളരെ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വളരെ സോഷ്യബിളാണ്, ടോക്കറ്റീവ്, ഔട്ട് ഗോയിങ് ആളെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ആണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. മറ്റേ ഗ്രൂപ്പിനോട് പറയുന്നത് എന്താണ്, നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ആൾക്കാരോട് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്, വളരെ ശാന്തശീലനും മടിയും, അവരോട് സംസാരിക്കാൻ മടിയുള്ള, ഷൈ, ക്വയറ്റ്, ടിമിഡ് ആയിട്ടുള്ള ഒരാളെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ when asked to make a personality assessment, those subjects who were told that a person would be an extrovert tended to ask questions that would lead to that conclusion. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ആരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണെങ്കിൽ ആ ചോദ്യങ്ങൾ എന്താ ചോദിക്കുക, പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനാണല്ലോ പോണത്. അപ്പോൾ അയാൾ അസസ് ചെയ്യല്ലേ വേണ്ടത്, അപ്പോൾ അതനുസരിച്ച് ചോദ്യങ്ങളല്ലേ ചോദിക്കേണ്ടത്. പക്ഷെ ആദ്യമേ ഇയാളടുത്ത് പറയുന്നുണ്ട് ഇയാളൊരു എക്സ്ട്രോവർട്ട് ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് എക്സ്ട്രോവർട്ട് ആണ് എന്ന് തെളിയുന്ന തരത്തിൽ ചോദ്യങ്ങൾ അവനെ ചോദിക്കുന്നത്. മനസ്സിലായ? അവിടെയാണ് എന്ത് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ നമ്മൾ കോഗ്നിറ്റീവ് ബയാസ് വരുന്നതിൻ്റെ, ഈ കൺഫർമേഷൻ ബയാസ് വരുന്നതിൻ്റെ ഒരു സൂചന. നമ്മുടെ പഠനങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും നമ്മുടെ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള ധാരണകൾക്കനുസരിച്ചാണ്. ദി ഇൻട്രോവേർട്ട് ഡിഡ് ദ സെയിം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇൻട്രോവേർട്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾ എന്ന് പറഞ്ഞാൽ അത് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടോ എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ടോ അല്ല, അത് വെറുതെ പറഞ്ഞാണ്. വെറുതെ എന്ന് പറഞ്ഞിരിക്കണം ഒരാളെ ഇയാൾ ഇൻട്രോവേർട്ടാണ് എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ അയാളോട് ചോദ്യങ്ങളൊക്കെ എന്താണ്, ഒരു ഇൻട്രോവേർട്ടാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത്, വിദ്യാർത്ഥി ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ന്യൂറൽ ബേസിസ് ഓഫ് ഇത് അത്ര നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല, ഞാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2004 US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്ത് ഉള്ള 2 ഗ്രൂപ്പിനെ നടത്തിയൊരു പഠനമാണ്. അവരുടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പഠനം നടത്തി അവരെ മസ്തിഷ്കം, ഇപ്പം നമ്മൾ മസ്തിഷ്കത്തിൽ നേരിട്ട് പഠനം നടത്താറോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഗ്നിറ്റീവ് ബയാസസ് ഒക്കെ വേറെ എവിടെയല്ല കിടക്കുന്നത്, നമ്മൾ മസ്തിഷ്കത്തിൽ തന്നെയാണ്. ഇതെങ്ങനെയാണ് മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ളൊരു പഠനമാണ് ഈ 2004 ഇലക്ഷൻ സമയത്ത് അമേരിക്കയിൽ നടത്തിയത്. അപ്പോൾ അതിൽ 30 ആൾക്കാരെ അവർ സെലക്ട് ചെയ്തു. 30 ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് റിപ്പബ്ലിക്കൻസാണ്, ബുഷിൻ്റെ ആൾക്കാരാണ്. ബാക്കി 30 ആൾക്കാർ പിന്നെ 30-15 ആൾക്കാർ വളരെ സ്ട്രോങ് റിപ്പബ്ലിക്കൻസ് ആണ്. ബാക്കി 10 ആൾക്കാർ സ്ട്രോങ് ഡെമോക്രാറ്റ്സ് ആണ്, കെറിക്ക് വേണ്ടിയ ആൾക്കാരാണ്. അപ്പോൾ അവരെ എന്ത് ചെയ്തു വെച്ചാൽ, ദേ വെർ ടാസ്ക്ഡ് വിത്ത് അസസിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ബോത്ത് ജോർജ് W. ബുഷ് ആൻഡ് ജോൺ കെറി ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ്സ് ക്ലിയർലി കോൺട്രഡിക്റ്റഡ് ദംസെൽവ്സ്. പറയുന്നത് കൃത്യമായി അബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ പക്ഷപാതിത്വം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുന്നത് അബദ്ധമാണ് പറയണമെന്നുള്ള വ്യക്തമാണ്. കാരണം അവർ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യല്ലോ. ഒരു പറഞ്ഞ കാര്യത്തിന് അവർ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന വളരെ കൃത്യമായി വേറെ ഒരു ബുഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ തെറ്റായ ഒരു കാര്യം, കെറി പറഞ്ഞതും ആർക്കും ഒരു എന്താ പറയുക, ഒരു ന്യൂട്രലായി നിന്ന ഒരാൾ നോക്കുമ്പോൾ കൃത്യമായും തെറ്റാണ് എന്ന് പറയാൻ പറ്റിയ സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്തിട്ടാണ് 2 പേർക്കും കൊടുക്കുന്നത്. ഡെമോക്രാറ്റുകൾക്കും കൊടുക്കും, ഇത് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? സ്വാഭാവികമായും നമ്മൾ അത്ഭുതപ്പെടാനില്ല. റിപ്പബ്ലിക്കൻ സബ്ജക്ട്സ് വെയർ ആസ് ക്രിട്ടിക്കൽ ഓഫ് കെറി ആസ് ഡെമോക്രാറ്റിക് സബ്ജക്ട്സ് വെയർ ഓഫ് ബുഷ്.
മനസ്സിലായി തിരിച്ച്. യെറ്റ് ബോത്ത് ലെറ്റ് ദെയർ ഓൺ പ്രിഫേർഡ് കാൻഡിഡേറ്റ്സ് ഓഫ് ദി എവാലുവേറ്റീവ് ഹുക്ക്. അത്ര കർശനമായിട്ട് അവരുടെ കാൻഡിഡേറ്റ്സിനെ അവർ വിലയിരുത്തുന്നില്ല, മറ്റേ കാൻഡിഡേറ്റിനെ വളരെ കർശനമായിട്ട് വിലയിരുത്തും. പക്ഷെ ഇതിലെന്താ വെച്ചാൽ ഓഫ് കോഴ്സ് ബട്ട് വാട്ട് വാസ് എസ്പെഷ്യലി റിവീലിംഗ് ബൈ ദ ന്യൂറോ ഇമേജിംഗ് റിസൾട്ട്സ്. ഇവരെ മസ്തിഷ്കം FMRI സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റീസണിങ്, അവിടെ യുക്തിപരമായി ചിന്തിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന ഭാഗം വർക്ക് ചെയ്യുന്നതേയില്ല. ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ യുക്തിപരമായ ചിന്തയേ ഇല്ല. അതാണ് അവർ കണ്ടെത്തിയത്. ഇതാണ് സ്കാൻ ചിത്രങ്ങൾ. അപ്പോൾ എന്താണ്, അവർ റീസണിങ് ഭാഗത്തൊന്നുമില്ല, വൈകാരികമായ ഭാഗത്താണ്. ഈ മസ്തിഷ്കത്തിൻ്റെ വികാരത്തെയും റിസോൾവിങ് കോൺഫ്ലിക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന മസ്തിഷ്കമാണ്. അതിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്ക് മനഃപൂർവ്വം പോകാത്തതാണ്. അപ്പോൾ ഇവർ പറയുന്നതാണ് എസെൻഷ്യലി ഇറ്റ് അപ്പിയേഴ്സ് ആസ് പാർട്ടിസൺസ് twirl the cognitive kaleidoscope until they get the conclusions they want എന്നാണ്. അതായത് ഒരു കാലിഡോസ്കോപ്പ് ഇങ്ങനെ കുലുക്കുക. കാലിഡോസ്കോപ്പ് അറിയില്ലേ? കാലിഡോസ്കോപ്പ് എന്താണ്? ശാസ്ത്രമേളക്കൊക്കെ കാണുന്ന സാധനമില്ലേ, അകത്ത് ഒരു കുഴലിൻ്റെ അകത്ത് 3 കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് വളപ്പൊട്ടുകളില്ല, ഇത് കുലുക്കുക. അത് നല്ല രസകരമായ ചിത്രങ്ങളാണ്. അപ്പോൾ പാർട്ടിസാൻസ് ട്വിൽ ദ കോഗ്നിറ്റീവ് കാലിഡോസ്കോപ്സ് എന്നാണ്. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളെ, അവർ കാണുന്ന ഈ സംഗതികളെ മുഴുവൻ അവർ കുറിക്കും. എന്നിട്ട് അവർക്ക് തൃപ്തികരമായ അതാണ് മസ്തിഷ്കം ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ, ഇപ്പം അവരുടെ കാൻഡിഡേറ്റിനെതിരായിട്ടുള്ള കാര്യം മറ്റേ കാൻഡിഡേറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് കുലുക്കി നോക്കി അവർക്ക് തൃപ്തികരമായ ഒന്നിൽ എത്തിക്കഴിഞ്ഞാൽ until they get a conclusion they want, then they get massively reinforced for it with the elimination of negative emotions. അപ്പോൾ അവർക്ക് സമാധാനമായി. മസ്തിഷ്കത്തിൻ്റെ അവസ്ഥയാണ് സമാധാനമൊക്കെ. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഡോപ്പമിനൊക്കെ റിലീസാവും. അതുപോട്ടെ. In other words, instead of rationally evaluating a candidate's positions on this or that issue or analyzing the planks of each candidate's platform, we have an emotional reaction to conflicting data. നമ്മളുടെ വിശ്വാസങ്ങൾക്കും പിന്നെ ധാരണകൾക്കും എതിരായിട്ടുള്ള ഡാറ്റ വരുമ്പോൾ വി ഹാവ് എൻ ഇമോഷണൽ റിയാക്ഷൻ. അതാണ് ഈ മസ്തിഷ്ക പഠനത്തിൽ കാണുന്നത്. നമ്മൾ യുക്തിപരമായല്ല പിന്നെ ചിന്തിക്കുക, നമ്മൾ വികാരപരമായാണ് ചിന്തിക്കുക. അപ്പോൾ വി റാഷണലൈസ് അവേ ദ പാർട്ട് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് അവർ പ്രികൺസീവ്ഡ് ബിലീഫ്സ് അബൌട്ട് എ കാൻഡിഡേറ്റ്, ദെൻ പെർസീവ് എ റിവാർഡ് ഇൻ ദ ഫോം ഓഫ് എ ന്യൂറോകെമിക്കൽ ഹിറ്റ്, പ്രോബബ്ലി ഡോപ്പമിൻ. അത് വിശദാംശത്തിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. ഒന്നാമത്തേത്, ഇനി ചടപടം തീരും, പേടിക്കണ്ട, 10 പെട്ടെന്ന് തീരും. രണ്ടാമത്തേത് ഹൈൻസൈറ്റ് ബയാസ്, പിൻകാഴ്ച പക്ഷപാതിത്വം എന്ന് പറയും. ഈ ചിത്രം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹൈൻസൈറ്റ് ബയാസിൻ്റെ ചിത്രമാണത്. ഒരാളെ എടുത്ത് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകണം, ആകെ പരിക്ക് പറ്റി, ഇനി ഒന്നും പറ്റുന്ന സ്ഥലമില്ല, അങ്ങനത്തെ ആയിട്ട് ആംബുലൻസിലേക്ക് വീലിങ് ചെയ്യാം. ഇവിടെ ഒരു സാധനം പൊളിഞ്ഞു കിടക്കുന്നതാണ്. ഇയാൾ ഉണ്ടാക്കിയ ഒരു ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ടാക്കി പറക്കാൻ വേണ്ടി ശ്രമിച്ചത്, അയാൾ വീണ് ആകെ അവധായി. അപ്പോൾ ഈ രണ്ടാൾക്കാർ നിന്ന് സംസാരിക്കണം. ഓൾദോ വി ഗേവ് ഹിം ഓൾ ഓഫ് ദറ്റ് മണി ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഈ ഉണ്ടാക്കാനുള്ള പൈസ കൊടുത്ത ആൾക്കാരാണ് ഈ ചങ്ങാതിമാരാണ്. അവരെല്ലാ പൈസയും കൊടുത്ത് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്തു. ഐ ഓൾവേസ് ഹാഡ് മൈ ഡൗട്ട്സ് ദറ്റ് ജിം കുഡ് ബിൽഡ് ഹിസ് ഓൺ ഹെലികോപ്റ്റർ. ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്കത് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോഴേ അറിയാം പിന്നെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതാണ് എല്ലാവരും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, ശരിയാവില്ല. എത്രയോ തവണ നമ്മൾ പറയുന്നതാണ്. അല്ലെന്നാൽ പിന്നെ അന്നേരം പറഞ്ഞൂടെ? അന്നേരം ആരും പറയില്ല. ഇതാണ് ഹൈൻസൈറ്റ് ബയാസ്. ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാം, അതല്ലെങ്കിൽ പിന്നെ ഇത് സിമ്പിളല്ലേ, പിന്നെ ഇത് പൊട്ടനാണ് ഇങ്ങനെ ചെയ്തത്, ഇത് സിമ്പിളല്ലേ, ആദ്യമേ അറിയാവുന്ന കാര്യം. ഇതാണ് നമ്മൾ ഹൈൻസൈറ്റ് ബയാസ്. ഇതും ഒരു മസ്തിഷ്കത്തിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു കോഗ്നിറ്റീവ് ബയാസാണ്. ഐ ന്യൂ ഇറ്റ് ഓൾ അലോങ്. മനസ്സിലായാ? അപ്പോൾ വെൻ സമ്മൺ സീസ് ഐ ന്യൂ ഇറ്റ് ഓൾ അലോങ് ആഫ്റ്റർ ദ ആൻസർ ഈസ് സെറ്റ്, ഒരു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതാണ് കോഗ്നിറ്റീവ് ബയാസ്. ഇത് നമ്മളെപ്പോഴും ഗാർഡ് ചെയ്യേണ്ട ഒരു കോഗ്നിറ്റീവ് ബയാസാണ്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതെന്താണ്? ഇത് കോഗ്നിറ്റീവ് ബയാസ് കയറി കൊളുത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ശരിക്കും എനിക്ക് അറിയുന്നുണ്ടല്ല, അറിയാമായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. അറിയാമായിരുന്നു നമ്മളത് ചെയ്തേനെ. നമ്മൾ പറയരുത്. വേറൊരാൾ പറയുന്നതാണ് നമുക്ക് ഉള്ളിൽ ചിരിക്കാനും പറ്റണം, നമ്മളത് പറയാനും പാടില്ല. കാരണം അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളത് അന്നേരം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ അർത്ഥം. യു ഡിഡ്ന്റ് നോ ആക്ച്വലി. ഉദാഹരണം ഇതാണ്, ക്ലാസിക്കൽ ഉദാഹരണം. അതായത് കൊളംബസ് മുട്ട വെച്ച കഥ അറിയില്ലേ? എല്ലാവരും ഈ കഥ കേട്ടില്ലേ? കൊളംബസ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഈ മുട്ട എങ്ങനെ നിവർത്തി വെക്കാം എന്ന് ചോദ്യം ചോദിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ കൊളംബസ് പിന്നെ വളരെ ബുദ്ധിമുട്ടി
ഈ പിന്നെ ഒരുപാട് മാസങ്ങൾ യാത്ര ചെയ്ത് കുറേ ആൾക്കാർ മരിച്ച് ഇങ്ങനെയൊക്കെയാണ് മൂപ്പര് ഇന്ത്യ അന്വേഷിച്ച് അവസാനം അമേരിക്കയിലെത്തുന്നത്. എന്തായിക്കോട്ടെ, അവിടെ പോയി കുറേ സ്വർണ്ണമൊക്കെ ഉണ്ടെന്നു, അത് വലിയ ഹീറോ ഒക്കെ ആയി. അപ്പോൾ കുറേ ആൾക്കാർ പറയാം ഇതാ പോയില്ല ആനക്കാര്, ഇത് നമുക്കും പോയി ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ പോയി അവിടെ എത്തും. അതന്നെ ഇതിനെന്ത് എത്ര വലിയ സംഭവമുള്ളത്, ആർക്കും ചെയ്യാവുന്നതാണ്. ഇത് കൊളംബസിന് പ്രത്യേക കഴിവൊന്നുമില്ല എന്നുള്ള അഭിപ്രായം. അപ്പോൾ പിന്നെ കൊളംബസ് പറയും ശരി എന്നാൽ ഞാൻ ഒറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചങ്ങായിമാരെ നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ ഒരു ചർച്ചയിലാണ്, ശരി എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ശരി സമ്മതിച്ചു, നിങ്ങളൊക്കെ എല്ലാ കഴിവൊക്കെയുള്ള ആൾക്കാരനാണ്. ഒറ്റൊരു സിമ്പിളായൊരു കാര്യം, ഈ മുട്ട ഒന്ന് നിർത്തി ഈ മേശപ്പുറത്ത് വെക്കാൻ പറ്റുമോ? മുട്ട എടുത്ത് വെക്കും, മുട്ട ഒന്ന് നേരെ ഒന്ന് നിർത്തി വെച്ചാൽ മതി. എല്ലാവരും നോക്കി, ഇതങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, എല്ലാവരും നിവർത്തി നോക്കി, ഒരു രക്ഷയില്ല. മുപ്പതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് മുട്ടി, എന്നിട്ട് അവിടെ വെച്ചു. അപ്പോൾ സംഭവം തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് നമുക്കെല്ലാം അറിയാമായിരുന്നു, അറിയാൻ കാര്യം ചെയ്താൽ പോരെ. അപ്പോൾ ഇതാണ് കോഗ്നിറ്റീവ് ബയാസിലെ രണ്ടാമത്തെ സാധനം, പിൻകാഴ്ച പക്ഷപാതിത്വം. വൺസ് ദ ഫീറ്റ് ഹസ് ബീൻ ഡൺ എനിവൺ നോസ് ഹൗ ടു ഡു ഇറ്റ് എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈൻസൈറ്റ് ബയാസ്. ഇതൊരു പിന്നെ എന്താ പറയുക, അതൊരു വലിയ കഴിവൊന്നുമല്ല, ആർക്കും പറയാം. അത് നേരത്തെ ഊഹിക്കാവുന്നതായിരുന്നല്ലോ എന്നാണ്. ന്യൂ ഇറ്റ് ഓൾ അലോങ് ഇഫക്റ്റ് ക്രീപ്പിംഗ് ഡിറ്റർമിൻസ്. ഒരു സംഭവം നടന്ന ശേഷം അത് പ്രവചനീയമായിരുന്നു എന്ന അടിസ്ഥാനരഹിതമായ ചിന്ത. ഇത് പലപ്പോഴും പല സംഗതികളിലും, പല ഈ പിന്നെ ഭീകരാക്രമണങ്ങൾ, എന്ത് സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആൾക്കാർ പോയി അത് ഇത്രയും വാണിങ്ങലുണ്ടായിരുന്നു, ഇതൊന്നും ചെയ്തില്ല. വാസ്തവത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും അത് അസാധ്യമായിരുന്നു ആ സമയത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പേൾ ഹാർബർ ആക്രമണത്തെക്കുറിച്ചൊക്കെ പറയും. അമേരിക്കയുടെ പേൾ ഹാർബർ ജാപ്പാൻ വന്ന് ആക്രമിച്ചു 2ാം ലോകമഹായുദ്ധത്തിനും. എത്രയോ വാണിങ്ങൾ, അങ്ങനെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നുള്ളത് ആണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയാം. ഇങ്ങനെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു, ആ കപ്പലുകൾ ആ വഴിക്ക് പോകുന്നതിന് ഒരു വാണിംഗ്. അപ്പോൾ കണക്ക് നോക്കുമ്പോൾ അങ്ങനെ 100 കണക്കിന് വാണിങ്ങൾ വേറെ പലതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? അതുപോലെ അപ്പോൾ ഇയാൾ പറയാണ്, ഇറ്റ് വാസ് സോ ഒബ്വിയസ് ദാറ്റ് ദ ബാലി ബോംബിംഗ് വാസ് ഗോയിങ് ടു ഹാപ്പൻ. ഐ കാൺട്ട് ബിലീവ് ദ ഗവൺമെന്റ് ഡിഡ്ന്റ് ഫോർസീ ഇറ്റ്, ജസ്റ്റ് കാൺട്ട് ബിലീവ് ഇറ്റ്. അത് ആലോചിക്കണ്ടായിരുന്നില്ല, അത് ആ ബോംബ് സ്ഫോടനം ഉറപ്പായിരുന്നു. വേർ ഡു യു അപ്പോൾ മറ്റുള്ള ചോദിക്കാന്ന്, അത് ശരി, അപ്പം അടുത്തത് എവിടെ ഉണ്ടാവുക? അടുത്ത ബോംബ് സ്ഫോടനം എവിടെ വരും? ദ നെക്സ്റ്റ് വൺ won't be so predictable. That's obvious. Anyone can see that. അതെ, അതെങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ പിൻകാഴ്ച പക്ഷപാതിത്വമാണ് നമ്മുടെ പ്രശ്നം. ഇത് ഇവിടെ മാത്രമല്ല, ഓഹരി വിപണിയാണ് വേറൊരു പ്രധാന സ്ഥലം. ഓഹരി വിപണിയിൽ ഒരു ഷെയർ ഇങ്ങനെ ഭയങ്കരമായി ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ അതെനിക്കറിയായിരുന്നു, അന്നേ അറിയായിരുന്നു പറയുന്ന കുറേ ആൾക്കാർ വരും. അപ്പം കുറേ പണ്ഡിറ്റുകൾ ഷെയർ മാർക്കോട്ടെ ഒരു ബന്ധുള്ള ആൾക്കാരുടെ ഈ മാസികളൊക്കെ പണ്ടാൽ പറയാം, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഭയങ്കരമായിരിക്കും വരും. അതങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഭയങ്കര ഗ്രാഫ്, ആന, കുതിര വരച്ചിടും, പ്രവചിക്കാൻ പറ്റും. ഇതൊന്നും ഇവർ പ്രവചിക്കാത്ത സംഭവം തിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ അത് നേരെ ഒരു ഷെയർ പൊങ്ങിയാലും കുറഞ്ഞാലും ഒക്കെ ഇതേ വാചകം എന്ന് പറയും. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ വേൾഡ്, നമുക്കറിയുന്ന കാര്യമായിരുന്നു. ഇതൊരു പക്ഷപാതിത്വമാണ്, പിൻകാഴ്ച പക്ഷപാതിത്വം. രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി ഇത് ചെറിയതായി, ഇനി ചെറുതായി വരും. ആശ്വസിപ്പിൻ. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബയാസ് എന്ന് നമുക്ക് സ്വയം ന്യായീകരണ പക്ഷപാതിത്വം എന്ന് പറയാം. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബയാസ് ഇസ് എ ടെൻഡൻസി ടു റാഷണലൈസ് ഡിസിഷൻസ് ആഫ്റ്റർ ദ ഫാക്ട്. ഏതാണ്ട് അതുപോലെ തോന്നും. ടു കൺവിൻസ് ourselves that what we did was the best thing we could have done. അന്നേരം ഞാനത് ചെയ്തിട്ടായിരുന്നെങ്കിൽ, ഞാനത് ചെയ്തതുകൊണ്ട്, ഇങ്ങനെ പറയില്ല സാധാരണ. അതെങ്ങനെ സംഭവമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ ആ ചെയ്ത തീരുമാനം ഉചിതമായി. അധികം അങ്ങനെ ഒരു സംഭവമുണ്ട്. Once we make a decision about something in our lives, we carefully screen subsequent data and filter out all contradictory information related to that decision, leaving only evidence in support of the choice we made. അപ്പോൾ പിന്നെ എന്താ പറയുക, എങ്ങനെയെങ്കിലും നമ്മളെ തീരുമാനങ്ങളെ ആ തീരുമാനത്തിനെ ന്യായീകരിക്കും. അതായത് ഞാൻ ആ തീരുമാനമെടുത്തത് കൊണ്ടാണ് നമ്മൾ ഒരു തീരുമാനമെടുത്ത് നമ്മളൊരു തീരുമാനമെടുത്ത് ഒരു സംഗതി വാങ്ങി, പിന്നെ തീരുമാനിച്ചു, ചെയ്തു, മുന്നോട്ട് പോയി, എന്ത് ചെയ്താലും പിന്നീട് കാലം നമ്മളതിനെ ന്യായീകരിക്കും, നമ്മൾ ചെയ്തതുകൊണ്ട് ന്യായീകരിക്കും. അതാണ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. ഇതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് നമ്മുടെ മുതിരിങ്ങ പുളിക്കെന്ന് പറയുന്നത്. കുറേ ചാടി നോക്കി കിട്ടിയില്ല, അപ്പോൾ നമ്മളൊരു ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ഇതല്ലെങ്കിൽ പുളിക്കുന്ന മുന്തിരിങ്ങ തന്നെയാണ്, ആർക്ക് വേണം? അത് ജസ്റ്റിഫിക്കേഷൻ, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. നമ്മുടെ തീരുമാനത്തിന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാം. അതിൻ്റെ ഗുണം എന്താണ്? പ്രാക്ടിക്കൽ ബെനിഫിറ്റ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. ഇത് ഇല്ലെങ്കിൽ ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ നിരാശ ആയിപ്പോവും. അപ്പോൾ ഇത്
ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബയാസ് നമുക്ക് പ്രകൃതിദത്തമായ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും, ഓരോന്നും കിട്ടുന്നില്ല എന്ന് അപ്പോൾ ആ നിരാശ വളരെയധികം കുറയും. നമുക്ക് ഇതേപോലെ പിന്നെ ഈ മാമുന്തിരിങ്ങ പുളിക്കും എന്ന് തീരുമാനിക്കാൻ പറ്റിയാൽ ആ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബയാസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ സമാധാനം ഉണ്ട്. It's no matter what decision we make to take this or that job, to marry this or that person, to purchase this or that product, എന്തായിരുന്നാലും നമ്മൾ സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു വിവാഹം ചെയ്തു, ഒരു ജോലി സ്വീകരിച്ചു, എന്തായിരുന്നാലും we'll almost always be satisfied with the decision, even when the objective evidence is to the contrary. അങ്ങനെ നമ്മൾ ഈ സ്വയം ന്യായീകരണ പക്ഷപാതിത്വമുള്ളതുകൊണ്ട് നമുക്കതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം, ഒരു ധർമ്മം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇപ്പോൾ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബയാസ് കൊണ്ട് ഒരു പുകവലിക്കുന്ന ആൾ, A smoker needs to reconcile the belief that smoking might kill me. എല്ലാ ദിക്കിലും ഈ കവറിൻ്റെ മുകളിലടക്കം നമ്മൾ എഴുതി വെക്കുന്നുണ്ട്, സ്മോക്കിംഗ് നിങ്ങളെ കൊല്ലും, സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കും എന്നൊക്കെ എഴുതി വെക്കും. എന്നാലും ഇയാൾക്ക് എന്ത് വേണം? സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായി പറ്റും. വിത്ത് ഐ സ്മോക്ക് 2 packs of cigarette a day, ഞാൻ ദിവസം 2 പാക്ക് സിഗരറ്റ് വലിക്കുന്നുണ്ട്, സിഗരറ്റ് വലി എന്നെ കൊല്ലാം എന്നീ കോഗ്നിറ്റീവ് എലമെന്റ്സ് അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര മനസ്സമാധാനം ഉണ്ടാവും. അതിനെ ഇല്ലാക്കണം എന്ത് ചെയ്യണം? This might lead them to adopt beliefs such as smoking statistics are misleading. അതല്ലെങ്കിലും ആ കണക്കൊന്നും അങ്ങനെ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്നൊന്ന് പറയും നാളെന്ന് പറയും, അതിൽ വലിയ കാര്യമില്ല. എൻ്റെ മുത്തച്ഛൻ 95 വയസ്സ് വരെ വലിച്ചിട്ട് വീഡിയോ വെച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബയാസും. ഇതാണ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബയാസിൻ്റെ ഒരു കുഴപ്പം. കാരണം ഇതുപോലെ നമ്മൾ അപകടകരമായ തീരുമാനങ്ങളൊക്കെ എടുക്കും. കാരണം എന്തുകൊണ്ട്? ഈ ബയാസ് നമുക്കുണ്ട്. അതാ കോഗ്നിറ്റീവ് ബയാസ് നമുക്ക് അറിയേണ്ടത്. ഇത് ഈ സ്വയം ന്യായീകരണ പിന്നെ പക്ഷപാതിത്വം എന്നത് അപകടവും ഉണ്ടാക്കാം. അത് നേരത്തെ അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ഇതുപോലെ നമ്മുടെ കുറേ പിന്നെ നിരാശകളൊക്കെ അത് ഇല്ലാതാക്കും. പക്ഷെ എന്തു പറ്റും? ഇതുപോലുള്ള അപകടങ്ങളും ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറഞ്ഞത് പിന്നെ ആട്രിബ്യൂഷൻ ബയാസ്, കാരണം കാണൽ പക്ഷപാതിത്വം എന്ന് പറയാൻ. 100-ൽ 100 മാർക്ക് കിട്ടി, ഞാനൊരു പുലിയാണ്, 35 കിട്ടിയുള്ളൂ, ആ സാറിന് എന്നെ ഇഷ്ടമില്ല. അപ്പോൾ നമുക്കൊരു ടെൻഡൻസി ടു ആട്രിബ്യൂട്ട് ഡിഫറെൻറ്റ് കോസസ് ഫോർ അവർ ഓൺ ബിലീഫ്സ് ആൻഡ് ആക്ഷൻസ് ദാൻ ദാറ്റ് ഓഫ് അതേഴ്സ്. അതാണ് അതായത് ഇതുപോലുള്ള ബയാസ്. അതായത് ഉദാഹരണം പറയാനായത്, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിൽ നമ്മൾ വളരെ യുക്തിപൂർവ്വമായി ആലോചിച്ചും ശാസ്ത്രീയമായ കാരണങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. വേറൊരാൾ ചെയ്യുന്നത് അതേ കാര്യം വേറൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ യുക്തിപൂർവ്വം ആയിക്കോളുന്നില്ല. അതാണ് നമ്മളൊരു ആട്രിബ്യൂഷൻ ബയാസ്. നമ്മൾ ഒരാളുടെ മോട്ടീവ്, ഒരേ അധ്യാപകനാണ് മാർക്ക് കൊടുക്കുന്നെങ്കിലും നമ്മളെന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്ത് അത് എൻ്റെ കഴിവാണെന്ന് പറയും, മറ്റേ ഭാഗത്ത് അയക്കനോട് ദേഷ്യം ആണെന്ന് പറയും. അതുപോലെ അതുപോലെ ഞാൻ വെജിറ്റേറിയനായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ആരോഗ്യത്തിന് ഗുണകരം എന്നുള്ളതുകൊണ്ടാണ്. മറ്റു പലരും അത് ജാതീയമായ കാരണങ്ങൾ ഉണ്ടാവാം, കുടുംബപരമായ കാരണങ്ങൾ. ഞാൻ അങ്ങനെയല്ല. അതാണ് എന്ത്? ആട്രിബ്യൂഷൻ ബയാസ്. 4 തീർന്നു എത്ര പെട്ടെന്ന്. 5-ാമത്തേത് സങ്ക് കോസ്റ്റ് ബയാസ് എന്ന് പറയും. അതിന് നമുക്ക് മുടക്ക് മുതൽ പക്ഷപാതം പറയും. മുടക്ക് മുതൽ പക്ഷപാതം. ടിക്കറ്റ് എടുത്തു പോയത് കൊണ്ട് സിനിമ കാണാം. പരമപോറ സിനിമയായിരിക്കും, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. അവിടെ വരെ പോയി ഏതായാലും മെനക്കെട്ട് ഒരു ദിവസത്തെ ക്ലാസ്സും കളഞ്ഞ് അവിടെ പോയി ടിക്കറ്റ് എടുത്ത് അവസാനം അവിടെ നിന്ന് കാര്യമായിട്ട് നമ്മളെ ഫാനായിട്ട് പോയതാണ്. അവിടെ എത്തും പരമപോറ സിനിമ. അപ്പോൾ എന്ത് ചെയ്യും? ഇത്രയും മുടക്കുണ്ടതിൽ. ഇനി ഇറങ്ങിപ്പോയാൽ ആൾക്കാരെന്ത് പറയും? പിന്നെ കാശ് ഇത്രയും മുടക്കിയുണ്ട്, അപ്പോൾ ഇത് സഹിക്കുന്നത്. അതാണ് സങ്ക് കോസ്റ്റ് ഫാലസി. ഒന്നിൽ നമ്മൾ കൂടുതൽ മുടക്കിപ്പോയാൽ വാസ്തവത്തിൽ ആ സമയത്ത് പകുതി എഴുന്നേറ്റ് പോയാൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാം, നേരത്തെ കുടുംബത്തെത്താം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം ചെയ്യാം. പക്ഷെ ഇത്രയും മുടക്കിപ്പോയത് കൊണ്ട് നമ്മൾ അതിൽ തന്നെ പിടിച്ചിരിക്കും. അതാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത്. ഇതൊരു പഴയ പടം, ഞങ്ങൾ കണ്ട പടം. നിങ്ങൾ കണ്ട ഈ പടം ആരെങ്കിലും? 97 കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് എഴുതാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ പടത്തെ പടം? കണ്ടവരുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു ഈ പിന്നെ ഈ കഥാപാത്രത്തിന്, മഞ്ജു വാര്യർ അഭിനയിച്ച കഥാപാത്രത്തിന് ബിജു മേനോനായിട്ടൊരു നല്ലൊരു ബന്ധം ആദ്യകാലത്തുണ്ട്, സൗഹൃദമൊക്കെ ഉണ്ട്, സൗഹൃദം, സ്നേഹം, പ്രേമമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ വളരെ അബ്യൂസീവ് ആകുമ്പോഴും അതിന് വിട്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല. അത് അടിക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങുകയും വളരെ മോശമായി പെരുമാറുമ്പോഴും, കാരണം ഓൾറെഡി കമ്മിറ്റഡായി, ഏതാണ്ടൊക്കെ തീരുമാനിച്ചു, സങ്ക് കോസ്റ്റായി. ഇനിയുള്ള ജീവിതം പിറക്കാൻ പോകുന്ന പിന്നെയുള്ള 5-6 ദശാബ്ദങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടതാണ്. വലിയൊരു റിസ്ക്കാണ് എടുക്കുന്നത്. പക്ഷേ അതിനു മുമ്പത്തെ ഏതാനും 1-2 വർഷങ്ങളിലുള്ള പരിചയവും സ്നേഹവും ആ സങ്ക് കോസ്റ്റ് ഉള്ളത് കൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതിൽ അത്രയും മുടക്കി കിടക്കുന്നില്ല അവരുടെ
റിസോഴ്സസ് മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതിന് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത്. അതിന് പ്രേമം എന്ന് പറഞ്ഞ പടത്തിൽ കണ്ടില്ലേ, 2010 അടുത്ത ഇവർ ആ സങ്ക് കോസ്റ്റ് ഫാലസിനെ മറികടക്കാം. കാരണം എന്തുകൊണ്ട് അവരത് പിന്നെ എസ് എന്ന് പറയുന്നു? കാരണം എസ് എന്ന് പറഞ്ഞു പോയി, ആൾക്കാരോട് മുഖത്ത് നോക്കാൻ പറ്റില്ല, അതിലാണ് കൺഫ്യൂഷൻ ആകുന്നത്. അവസാനം അവരെന്ത് പറയുന്നു, ഒരു ലെവലെത്തി കഴിഞ്ഞപ്പോൾ ഒഴിവാക്കി. അപ്പോൾ ആ സങ്ക് കോസ്റ്റിനെ അവർ മറികടക്കാൻ ശ്രമിച്ചു. 1997 2015 എത്തുമ്പോഴേക്കും സങ്ക് കോസ്റ്റ് ഫാലസിയെ മറികടക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. അല്ല, അത് ഒരു വെറുതെ ഒരു നിരീക്ഷണം, അത് ഒരു പൊതു സ്വഭാവമാണെന്നല്ല പറയുന്നത്. രണ്ടും ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു നോക്കാം. ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹം പുരോഗമിച്ചൊന്നും അതിന് തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. ഇന്നും നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസി തന്നെയാണ്. അതൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്, ഒരു രംഗത്ത് അല്ലെങ്കിൽ വേറെ രംഗത്ത്. ഇഫ് യു വെയർ റാഷണൽ, നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന മൃഗങ്ങളായിരുന്നെങ്കിൽ വി വുഡ് ജസ്റ്റ് കമ്പ്യൂട്ട് ദ ഓഡ്സ് ഓഫ് സക്സീഡിങ്. നമ്മൾ ഈ രീതിയിലുള്ള ഫാലസീസ് ഒന്നും ഇല്ലാത്ത റൂൾ ഓഫ് തം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റം അല്ല നമ്മുടെ തലയിൽ. വളരെ യുക്തിപൂർവ്വമായി ചിന്തിക്കുന്നത്, വളരെ യുക്തിപൂർവ്വം മാത്രമായി ചിന്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ തലയിൽ ആയിരുന്നെങ്കിൽ യു വുഡ് ജസ്റ്റ് കമ്പ്യൂട്ട് ദ ഓഡ്സ് ഓഫ് സക്സീഡിങ് ഫ്രം ദിസ് പോയിന്റ് ഫോർവേഡ് ആൻഡ് ദെൻ ഡിസൈഡ് ഇഫ് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വാറന്റ്സ് ദ പൊട്ടൻഷ്യൽ പേ ഓഫ്. ഭാവിയിലെ നമുക്ക് കിട്ടാൻ പോകുന്ന ഉപകാരം ഈ പിന്നെ അതിനുള്ള മെച്ചമുണ്ടോ ഇനി ഇത് തുറന്നാൽ എന്നുള്ളതാണ് വളരെ റാഷണലായി ചിന്തിക്കുമെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ അത് നമുക്ക് പലപ്പോഴും സാധ്യമല്ല, ബിക്കോസ് സങ്ക് കോസ്റ്റ് ബയാസ് കാരണം. വി ആർ നോട്ട് റാഷണൽ, നോട്ട് ഇൻ ബിസിനസ്, സർട്ടൻലി നോട്ട് ഇൻ ലവ്, ആൻഡ് മോസ്റ്റ് എസ്പെഷ്യലി നോട്ട് ഇൻ വാർ. ഇങ്ങനത്തെ ഘട്ടങ്ങളിലൊന്നും ബിസിനസ്സിലായാലും ശരി, പ്രേമങ്ങളിലായാലും യുദ്ധങ്ങളിലായാലും ഒക്കെ തന്നെ നമ്മൾ റാഷണലാണ്, യുക്തിപൂർവ്വമല്ല ചിന്തിക്കുക. അതുകൊണ്ടാണ് വേറെ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അടി വീഴുന്നുണ്ടാ. വേറെ രാജ്യങ്ങൾ ബുഷിനെ ചെയ്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് പറയുന്നതാണ് 2006 ഐ എം നോട്ട് ഗോയിങ് ടു അലോ ദ സാക്രിഫൈസ് ഓഫ് 2527 troops who have died in Iraq to be in vain by pulling out before the job is done. അപ്പോൾ ഇറാഖിൽ ഇങ്ങനെ ഈ അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അത് അവസാനിപ്പിക്കണം, ഇറാഖിൽ നിന്നുള്ള ആൾക്കാരെ നമ്മുടെ പട്ടാളക്കാരെ പിൻവലിക്കണം എന്നൊക്കെ വലിയ സമ്മർദ്ദം പ്രസിഡന്റിന്റെ മുകളിൽ വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ മറുപടി ഇതാണ്: 2527 ആൾക്കാർ ഇറാഖിൽ മരിച്ചു കഴിഞ്ഞു. അത്രയും ആൾക്കാരുടെ ഈ ത്യാഗം ഞാൻ അവിടെ വൃഥാവിലാക്കാൻ തയ്യാറല്ല. സങ്ക് കോസ്റ്റ്, അത്രയും അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അവർ 2011 ആയപ്പോഴേക്കും എന്തുണ്ടായത്? 4497 ആൾക്കാർ മരിച്ചു. ഞാൻ സങ്ക് കോസ്റ്റ് ഫാലസിയുടെ ഉദാഹരണം, സങ്ക് കോസ്റ്റ് ബയാസിൻ്റെ. ആറാമത്തേത് എൻഡോമെന്റ് ഇഫക്റ്റ്, ദ ടെൻഡൻസി ടു വാല്യൂ വാട്ട് വി ഓൺ. അങ്ങനെ പല ഫാലസീസ് അനുസരിച്ചാണ് നമുക്ക് പല എന്തുണ്ടായിട്ടുള്ളത്, പല പഴഞ്ചൊല്ലുകൾ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായ? പിന്നെ കക്ഷത്തിലുള്ളതാണ് ഉത്തരത്തിലുള്ളതിനേക്കാളും നല്ലത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഉത്തരത്തിലെടുക്കാൻ പോയാൽ കക്ഷത്തിലേത് പോകും. കക്ഷത്തിലെ ഇത്തിരി ചെറുതാണെങ്കിലും കുഴപ്പമില്ല, കക്ഷത്തിൽ ഇരിക്കുന്നതാണ് ഭേദം, ഉത്തരത്തിൽ ചിലപ്പോൾ നമുക്ക് എത്തിയില്ല എന്നും വരാം. അതുപോലെയാണിത്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് ഫോർ 2 in the bush. കയ്യിലൊരു പക്ഷി ഉണ്ടെങ്കിൽ അതാണ് അവിടെ കാട്ടിലുള്ള 2 പക്ഷികളെക്കാളും ഭേദം. ഇത് നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് വിലയുണ്ട്, അത് വിട്ടുള്ള കളിയില്ല. അതാണ് എൻഡോമെന്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു കോഗ്നിറ്റീവ് ബയാസാണ്. ഇറ്റ് ഇസ് മൈൻ, ഓൾ മൈൻ, മൈ പ്രഷ്യസ്, ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് വർത്ത് ട്വൈസ് ആസ് മച്ച് ആസ് ഇറ്റ് വാസ് വർത്ത് ബിഫോർ. അപ്പോൾ ഒരു പക്ഷിക്കും പിന്നെ 2 പക്ഷിക്കും, പിന്നെ 2 പക്ഷിയാകുമ്പോൾ ശരിക്കും 2 പക്ഷിക്ക് ഒരു പക്ഷിനേക്കാളും കൂടുതൽ വിലയുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളതിന് വിലയുണ്ട് എന്നുള്ളത് ബോധം നമുക്കുണ്ട് കൃത്യമായിട്ട്. ഓണർഷിപ്പ്. പക്ഷെ ഇത് ഈ ബയാസ് പക്ഷിയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലേക്കും വ്യാപിക്കുമ്പോൾ, കാരണം ഇതൊരു ബേസിക്കായി നമ്മൾ മനസ്സിലാക്കലാണ്, വേട്ടക്കാരനെ മനസ്സിലാക്കലാണ്. കയ്യിലുള്ള പക്ഷിയാണ്, കാരണം ഇത് വിട്ടാൽ പറന്നു പോകും. അത് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ കഥാധിഷ്ഠിത ലോകത്തിൻ്റെ ഒരു മനസ്സിലാക്കലാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മുടെ ഈ പഴഞ്ചൊല്ല്. ഓണർഷിപ്പ് എൻഡോസ് വാല്യൂ ബൈ ഇറ്റ്സ് ഓൺ വെർച്യൂ. ഗുണമാർന്നവ എങ്കിലും എന്നുടേതാണ് എനിക്ക്, എന്താ പറയുന്നത്, ആർക്കും ഓർമ്മയുണ്ടോ? ഗുണമാർന്നവയെങ്കിലും എന്നുടേതാണ് എനിക്കിഷ്ട വസ്തുക്കളാണവ. പൊട്ടിയതാണൊക്കെ ഈ കുട്ടിയുടെ കയ്യിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ, പക്ഷെ അതിനത് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, കാരണം അത് അവൻ്റെ തന്നെ എന്നുള്ളതുണ്ട്. ഉണ്ണി മച്ചിലെ കോടി ക്ഷണാൽ കൊണ്ടുവന്നു വാരുട്ടതൻ കളിക്കൊട്ടയെ. എന്നിട്ട് ആ കളിക്കൊട്ട എടുത്തിട്ട് ഈ കൂട്ടുകാർക്ക് കാണിച്ചു, ഭയങ്കര ഗുണമാർന്നവ എങ്കിലും എന്നുടേതാണ് എനിക്കിഷ്ട വസ്തുക്കളാണവ. എൻ്റെതാണെങ്കിൽ അതിനൊരു പ്രിയം വേറെ ഉണ്ട്. മനസ്സിലായ? ഓണർഷിപ്പ് എൻഡോസ് വാല്യൂ ബൈ ഇറ്റ്സ് ഓൺ വെർച്യൂ
ആൻഡ് നേച്ചർ has endowed us to hold dear what is ours. Why? എവല്യൂഷൻ. വീണ്ടും നമ്മൾ പരിണാമം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ഈ എൻഡോമെൻ്റ് ഇഫക്റ്റ് വരുന്നതും പരിണാമം കൊണ്ടാണെന്നാണ്. കാരണം എന്താണ് അതിൻ്റെ കാരണം? മൃഗങ്ങൾക്ക് ഈ അവനവൻ്റെതാക്കുന്ന ഒരു ഇതുണ്ട്. ഒരു ഏരിയ ആവട്ടെ, അത് മൈൻ നോട്ട് യുവേഴ്സാണ്. ഒരു നായയുടെ അടുത്തുള്ള ഒരു ഭക്ഷണം അതിൻ്റെതാണ്. അത് എടുക്കാൻ പോകുമ്പോഴാണ് അതിൻ്റെ ശൗര്യം കാണാം. അപ്പോൾ പിന്നെ endowment effect begins with the natural propensity for animals to mark their territories and defend them through the threat gestures. അപ്പോൾ അതിന് ഒരു ഏരിയയിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ, ഒരു നായയുടെ ഏരിയ ഏതാണ്? അതിൻ്റെ പറമ്പാണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് ഒരു ഇൻട്രൂഡർ കടന്നു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പെല്ലിടിച്ച് ചാടി കടിക്കാൻ കൊടുക്കുക. അതേപോലെ ത്രൂ ത്രെഡ് ജസ്റ്റേഴ്സ് ആൻഡ് ഈവൻ ഫിസിക്കൽ അഗ്രഷൻ കടിച്ചൊന്നും വരും. ബൈ ഡിക്ലയറിംഗ് ദ ഇക്വലന്റ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ്. അത് അതിൻ്റെ സ്ഥലമാണ്. അവിടെ അത് മൂത്രമൊഴിച്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്തേക്ക് ആരും കിടക്കാൻ പറ്റില്ല. The evolutionary logic runs like this. Once a territory is declared taken by an animal, would-be trespassers have to invest considerable energy. അതൊരു ആ തരത്തിലൊരു സ്വകാര്യ സ്വത്താണ്. അതിലേക്ക് കടന്നു പോകുക പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയും കടിയും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് പ്രൈവറ്റ് ഈ തരത്തിലുള്ള വി ആർ മോർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഇൻ ഡിഫെൻഡിങ് വാട്ട് ഈസ് ഓൾറെഡി അവേഴ്സ് ദാൻ വി ആർ ടു ടേക്ക് വാട്ട് ഈസ് സം വൺ എൽസ്. അതാണ് എൻഡോമെന്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പരിണാമപരമായിട്ട്. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താണ്? ബിലീഫ്സ് ആർ എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാണ്. ദ ലോങ്ങർ ഇത് വിശ്വാസങ്ങളുടെ കാര്യത്തിലും പ്രശ്നമാണ്. എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ ചക്കര വിശ്വാസങ്ങൾ, ഇതിനോട് നമ്മളത് കൊണ്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനോട് നമുക്കൊരു വാല്യൂ കൂടും അവൻ്റെ വിശ്വാസങ്ങളോട്. അപ്പോൾ ദ ലോങ്ങർ വി ഹോൾഡ് എ ബിലീഫ്, ദ മോർ വി ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്, മോർ പബ്ലിക്ലി കമ്മിറ്റഡ് വി ആർ ടു ഇറ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു വാദം വളരെ കാലം കൊണ്ടു നടന്നു, ഒരുപാട് തെളിവുകൾ അതിനെതിരായിട്ട് വന്നു, ഇതൊന്നും ശരിയല്ല നിങ്ങൾ പറഞ്ഞ സിദ്ധാന്തം, അത് എന്ത് സിദ്ധാന്തം ആയിക്കോട്ടെ, സാമൂഹ്യ സിദ്ധാന്തമോ ശാസ്ത്രീയ സിദ്ധാന്തമോ പിന്നെ എന്ത് സിദ്ധാന്തം ആയിക്കോട്ടെ, എത്ര തെളിവ് വന്നാലും അതിനൊരു എൻഡോമെന്റ് ഇഫക്റ്റ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടന്നതാണ്, ഇത്രയും കാലം കെട്ടിപ്പിടിച്ചു കൊണ്ട് നടന്നു, ഇത്രയും കാലം അതിനെ പ്രතිപ്പാടിയൊക്കെ നടന്നിട്ട് അങ്ങനെ എളുപ്പത്തിൽ ഇട്ടുകൊടുക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കാൻ സാധ്യമില്ല നമുക്ക്. അതാണ് എൻഡോമെന്റ് ഇഫക്റ്റ്. ഇത് വിശ്വാസങ്ങളുടെ കാര്യത്തിലും പ്രശ്നമാണ്. ഇതൊരു ചിന്താപരമായ നമ്മുടെ ഒരു പ്രയാസമാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഘട്ടങ്ങൾ വരുമ്പോൾ ഈസ് ദിസ് എൻഡോമെന്റ് ഇഫക്റ്റ്, ഞാൻ എൻ്റെ ഈ വിശ്വാസത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നത് എൻഡോമെന്റ് ഇഫക്റ്റ് കൊണ്ടാണോ എന്ന് നമ്മൾ ആലോചിക്കണം. The more publicly committed we are, the more we endow it with value and the less likely we are to give it up. നമ്മൾ എന്താ പറയുക, ഇതുപോലെ എണ്ണ തേച്ചും മിനുക്കിയും ഭംഗിയാക്കിയും കെട്ടിപ്പിടിച്ചും കൊണ്ട് നടന്നിരുന്നത് ഒരു അവസാനം അതൊക്കെ പോയി നശിച്ച് ഒരു അസ്ഥികൂടമായി പറഞ്ഞാൽ പിന്നെയും നമ്മളതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കരുത്. ഏഴാമത്തേത് ഫ്രെയിമിംഗ് ഇഫക്റ്റ് എന്ന് പറയും. ഫ്രെയിമിംഗ് എഫക്റ്റ് ഇത് ഈ ചിത്രം കണ്ടില്ലേ, ഒരേ കാര്യമാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഒരു എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് പറഞ്ഞതാണ്, കാർബൺ എമിഷൻസ് റിഡ്യൂസ് ബൈ ജസ്റ്റ് 4.6% ഇൻ ലാസ്റ്റ് 5 years. അത് കേൾക്കാൻ ആരുമില്ല. 5 വർഷം കൊണ്ട് നമ്മുടെ കാർബൺ എമിഷൻ, നമ്മുടെ പിന്നെ ഭൂമിയിലെ എന്താ പറയുക ആവാസ വ്യവസ്ഥയെ തന്നെ ആകെ തരകേടിലാക്കുന്ന ഹരിതഗൃഹപ്രവാഹം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കാർബൺ എമിഷൻസ് നമ്മുടെ രാജ്യം 4.6% മാത്രമേ കുറച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ആരും കാണാനുമില്ല വരാനുമില്ല, അവർക്ക് ചെരുപ്പും ചീമുട്ടിയും ആൾക്കാർ അറിയും. അതേസമയം ഇപ്പുറത്ത് ഒരു പൊളിറ്റീഷ്യൻ വളരെ ഭംഗിയായിട്ട് താങ്ക്സ് ടു അവർ അഗ്രസീവ് സ്റ്റാൻഡ്സ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇത് പറയുന്നത് പരിസ്ഥിതിവാദികളുടെ സമ്മേളനമാണ്. പരിസ്ഥിതി പ്രേമുള്ള ആൾക്കാർ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ദിസ് ഗവൺമെൻറ് ഹാസ് റിഡ്യൂസ്ഡ് കാർബൺ എമിഷൻസ് ബൈ ഓൾമോസ്റ്റ് 5%. ഏതാണ്ട് 5% നമുക്ക് കുറക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ പറയുന്ന ഒരേ കാര്യമാണ്. വെറും 4.6% എന്ന് പറയുമ്പോൾ അത് കാര്യമില്ല. ഏതാണ്ട് 5% കുറക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഫ്രെയിമിംഗ് ഇഫക്റ്റാണ്. പണ്ട് നമ്മളെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളൊരു കഥയാണ്. അതായത് വീട്ടിൽ പിന്നെ കറി വെക്കണം, ഉച്ചയ്ക്ക് കറി വെക്കാൻ സമയമായി. അപ്പോൾ വീട്ടിലെ കറി പണ്ടൊക്കെ ഇതൊക്കെ അടുക്കള പണിയൊക്കെ പെണ്ണുങ്ങളുടെ മാത്രം ജോലിയാണല്ലോ. അപ്പോൾ പിന്നെ നാത്തൂനോട് പറയാണ്, സീനിയർ നാത്തൂന് വെള്ളരിക്ക പറിച്ചുകൊണ്ട് കറി വെക്കണം, അതാണ് ഒരു പണി. പിന്നെയുള്ളത് ചാമയാണ്. ചാമ എന്നൊരു സാധനം കണ്ടേ, ചാമ കണ്ടുണ്ടെങ്കിലും ചാമേരി കണ്ടിട്ടുണ്ടല്ലേ? ഞാനൊക്കെ കണ്ടിട്ട്. ഇതാണ് ചാമ എന്ന് പറയാം. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചാമ അല്ല, ഇതല്ലേ മോളെ ചാമ? ഇതല്ലേ ചാമ? ഈ സാധനമല്ലേ ഇതല്ലേ? അപ്പോൾ ഇത് വളരെ ചെറിയൊരു സാധനമാണ് ചാമ. അതെന്ന് വെച്ചാൽ കയ്യിലിട്ട വഴുതിപ്പോവും. അല്ലേ? അപ്പോൾ ഇതിനെ ഈ ഉരലിട്ടിട്ട് കുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു ജോലിയാണ്. അത് കുത്തി വെളുപ്പിക്കണം. അതിൻ്റെ അകത്ത് ചാമ അരി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മെനക്കെട്ട പണിയാണ്.
അത് മണിക്കൂറോളം കുത്തി പഴയകാലത്ത് തന്നെ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ലല്ലോ. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നെല്ലൊക്കെ. അപ്പം അതുപോലെ ഈ ചാമയരി കുത്തി വെക്കണം, അതാണ് ഒരു പണി. എന്താണ്, വെള്ളരിക്ക് കൊണ്ടൊരു പുളിങ്കറി ഉണ്ടാക്കണം. അപ്പോൾ ഇതിനെ ഫ്രെയിമിങ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ വെള്ളരി പോയി അവിടെ വേലി ഉണ്ടാവും, വെള്ളരിയിലേക്ക് നടന്നു പോകണം, വെള്ളരി കണ്ടത്തിലേക്ക് നടന്നു പോകണം. പിന്നെ അവിടെ നിന്നിട്ട് വേലിയുണ്ട്, ആ വേലി തുറക്കണം, ആ വേലി കെട്ട് അഴിച്ച് അത് തുറന്ന് പിന്നെ നടന്നു പോയി അവിടെ കുനിഞ്ഞിരുന്ന് അത് പറിച്ച് അത് പിന്നെ തിരിച്ച് കെട്ടി നടന്ന് ഇങ്ങോട്ട് തിരിച്ച് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കത്തിയെടുത്ത് മുറിച്ച് പുളിയെടുത്ത് പിഴിഞ്ഞ് ഇങ്ങനെ ഒരു 15 മിനിറ്റ് പറയണം ഇത് പുളിങ്കറി ഉണ്ടാക്കുന്ന വിഷയം. അത് ചെയ്യുന്നോ അതോ ചാമ കുത്തി വെക്കുന്നോ? അപ്പം ഈ ഫ്രെയിമിങ് ഇഫക്റ്റാണ്. അപ്പം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ മഹാസംഭവമാണ് പണി എന്ന് പറയുന്നത്. അപ്പം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചാമ കുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്, മനസ്സിലായ? അപ്പോൾ ഇതാണ് ഒരു സംഗതിയെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കേൾക്കുമ്പം ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ആയിരിക്കും എന്നാൽ ഞാൻ ആ ചാമ കുത്തി വെച്ചേക്കാം, എളുപ്പമല്ലേ? കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ് ചാമ കുത്തി വെക്കലേ. അപ്പോൾ ഈ പണി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് എന്നാൽ ഞാൻ ചാമ കുത്തി വെച്ചോളാം എന്ന് പറയുന്നത്. അപ്പോൾ അത് പോയി പെട്ടാൽ അവിടെ പെട്ടു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് എന്ത് ഫ്രെയിമിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചില വാദങ്ങൾ കേൾക്കുമ്പോൾ ഇത് ആ വാദത്തിൻ്റെ വാക്കിൻ്റെ ഈ ഒരേ ആർഗ്യുമെൻ്റ് 2 തരത്തിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് തൃപ്തികരമായി തോന്നുന്നുവെങ്കിൽ അതൊരു ഫ്രെയിമിങ് ഇഫക്റ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഒരു കോഗ്നിറ്റീവ് ബയാസാണ് അർത്ഥം. പിന്നെയുള്ളത് ആങ്കറിങ് ബയാസാണ്. അങ്ങനെ നമുക്ക് നങ്കൂര പക്ഷപാതിത്വം എന്ന് വിളിക്കാം. അതിൻ്റെ ഉദാഹരണമായിട്ട് വലിയ പാത്രത്തിൽ ഒരു ചെറിയ മീൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അത് മീൻ ചെറുതായിട്ട് തോന്നും. ബിഗ് ഫ്രോഗ് ഇൻ എ സ്മോൾ പോണ്ട്. അതുപോലെ ചെറിയ പാത്രത്തിലാണ് അതേ മീൻ ഈ ചെറിയ പാത്രത്തിൽ വെച്ചിട്ടാലോ നമുക്ക് വലുതാന്ന് തോന്നും. അങ്ങനെ ആങ്കറിങ് ബയാസ് എന്നതിൻ്റെ അടിസ്ഥാനപരമായ നമ്മളൊരു കാരണം. അപ്പോൾ എന്താണ് ലാക്കിംഗ് സം ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് ടു ഇവാലുവേറ്റ് ബിലീഫ്സ് ആൻഡ് ഡിസിഷൻസ് വിച്ച് യൂഷ്വലി നോട്ട് അവൈലബിൾ. നമുക്കിപ്പോൾ പലപ്പോഴും ഒന്നിൻ്റെ വില കൃത്യമായി അളക്കാൻ ഒരു മാർഗമില്ല. ഇപ്പോൾ പിന്നെ എന്താണ് കൃത്യമായിട്ട് പലതിനും നമുക്കങ്ങനെ കൃത്യമായിട്ട് ഇന്ന കാരണം ഇന്ന് കൊണ്ടൊരു വില എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം. ഓരോന്നിൻ്റെ വില നിശ്ചയിക്കാൻ ഒബ്ജക്റ്റീവായ ക്രൈറ്റീരിയൻ പലപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. വി ഗ്രാസ് ഫ്രം എനി സ്റ്റാൻഡേർഡ് ഓൺ ഹാൻഡ് നോ മാറ്റർ ഹൗ സീമിംഗ്ലി സബ്ജക്റ്റീവ്. അപ്പോൾ അടുത്ത് കിട്ടുന്ന എന്തെങ്കിലും ഒന്നിനോട് മീനിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ തോന്നിയൊരു ഉദാഹരണമാണ്, ഒരുപക്ഷെ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സൈസ് അളക്കേണ്ട ഒരു ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളപ്പോൾ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കും, എന്നിട്ട് അതിനോട് കമ്പയർ ചെയ്യും. ഇതിന് ഒരു ഹൈറ്റ് ഇത്ര ഉണ്ട് എന്നറിയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്കെയിൽ തന്നെ വെക്കും. അങ്ങനെയാണ് ഫോട്ടോ. ഇത് എത്ര ഒരു വീടിൻ്റെ ഒരു ഹൈറ്റ് ഒരു ഫോട്ടോ, അപ്പോൾ ഒരു തെങ്ങിനേക്കാളും ഉയരം കുറവാണല്ലേ, അല്ല അങ്ങനെ ആ ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യുക. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒന്നിനോട് കമ്പയർ ചെയ്യുക. അത് പലപ്പോഴും ഇതോടൊരു ബന്ധവും പൊരുത്തവും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനൊരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് വിശദാംശത്തിലെങ്കിലും സമയം കാരണവും അത്ര ഞാനത് കൊണ്ടുവരാനുള്ള സമയങ്ങൾ ഉണ്ടാച്ചിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ളൊരു കാർഡ്, അതൊരു പരീക്ഷണം നടന്നതാണ്. ഈ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് എന്നൊരു സാധനമുണ്ട്, അമേരിക്ക എന്നൊരു പഠനമാണ്. അപ്പോൾ ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടാവും, ഒരു കുറേ നമ്പറുള്ളൊരു നമ്പറായിരിക്കും. അപ്പോൾ അതിൻ്റെ അവസാനത്തെ 2 അക്കം മാത്രം നോക്കാൻ പറയും. പക്ഷേ കുറേ ആൾക്കാർ ഇപ്പോൾ അത് പിന്നെ ഒരാൾ ഉദാഹരണത്തിന് 87 എന്നായിരിക്കട്ടെ, വേറൊരാൾ ചിലപ്പം 12 എന്നായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. 2 ഉദാഹരണം, ഒരാൾ 87 ഒരാൾ 12 ആണ്. അപ്പോൾ അത് എഴുതും പറയും, അത് എഴുതാൻ പറയും എന്നോട്. ഇപ്പോൾ $87 എന്നിങ്ങനെ കുറച്ച് തവണ എഴുതും. അതിലുള്ള $12 എന്ന് പറയും എഴുതും. അത് കഴിഞ്ഞിട്ട് അയാളോട് പിന്നെ കുറേ സാധനങ്ങൾ നിരത്തുകയാണ്. ഇതിനൊരു ഉദ്ദേശത്ര വില കൊടുക്കാം, ഒരു ഉദ്ദേശ വില. അപ്പോൾ ഈ 87 എന്ന അക്കം നേരത്തെ മനസ്സിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അതിന് വില കൂട്ടി പറയും. ഒരു കാരണമില്ല, അവരെ മനസ്സിൽ 87 എന്നുള്ള സംഖ്യ അവിടെ ഇരിപ്പുണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം. 12 എന്ന് പറഞ്ഞ സംഖ്യ ഉള്ള ആൾക്കാരോ ഇതിൻ്റെ മതിപ്പ് വില കുറച്ചാണ് പറയും, നല്ലോണം കുറച്ച്, ഒരു 50% കുറച്ചാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ എന്താണ്, ഇതാണ് ആങ്കറിങ് ഇഫക്റ്റ്. നിങ്ങളുടെ തലയിൽ എങ്ങനെയോ ഒരു നമ്പർ കയറി, ഒരു കാര്യമില്ലാത്തൊരു നമ്പർ അവിടെ തലയിൽ ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ വാല്യൂ ചെയ്യുമ്പോൾ ഈ നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ആങ്കറിങ് ഇഫക്റ്റ്. ലാക്കിംഗ് സം we grasp for any standard on hand, no matter how seemingly subjective. Such standards are called anchors, and this creates anchoring effect. ഇത് പലപ്പോഴും നമ്മുടെ മാർക്കറ്റിങ്ങിലൊക്കെ കണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. The tendency to rely too heavily on a past reference or on one piece of information
when making decisions. The comparison anchor can even be entirely arbitrary. ഒരു ബന്ധമില്ലാത്ത ഒരു ആങ്കറും നമ്മൾ ആങ്കർ ചെയ്യും പലപ്പോഴും. ഉദാഹരണം ഇതാണ്, അത് ഉദാഹരണം ബ്രെത്ത്ടേക്കിംഗ്. ഈ ഒരു സാധനം ഈ സാധനം വാങ്ങിച്ചു വന്നിട്ട് ഇയാൾ പറയണം, ദ സെല്ലർ വാണ്ടഡ് $5,000 ബട്ട് ഐ ഗോട്ട് ഇറ്റ് ഫോർ ജസ്റ്റ് 4,500. സംഗതി അതിനൊന്നുള്ള വിലയില്ല, നിസ്സാരമായ ഒരു സാധനമാണ്, ആ വില ഒന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ലയെന്ന് ഇവർക്കറിയാം. അവർ വളരെ ഇതിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് കണ്ടിട്ട് ഇത്ര വിലക്കുള്ള സാധനം ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ പറയണത് 5,000 ചോദിച്ചിട്ട് ഞാൻ 4,500 വാങ്ങിച്ചു. പക്ഷേ വാസ്തവത്തിൽ അതിന് 500 പോലും വില കാണില്ല. കാരണം എന്താണ്, ആർബിട്രറി ആയിട്ട് തുടങ്ങുന്നത് ഈ 5,000 എന്ന സംഖ്യയിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 500 കുറഞ്ഞു കിട്ടുമ്പോൾ അത് ലാഭമായിട്ട് തോന്നാം. അപ്പോൾ ഇതാണ് ആങ്കറിങ് ഇഫക്റ്റ്. 5,000 എന്നുള്ള അവിടെ വന്നു. ദ ടെൻഡൻസി ടു റിലൈ ടു ഹെവിലി ഓൺ എ പാസ്റ്റ് റെഫറൻസ്, അതാണ് ആങ്കറായിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ ടി വിയിൽ ഈ ഇതില്ലേ നമ്മുടെ ഷോപ്പിംഗ് ചാനലുകളൊക്കെ കാണാം. 4,999 രൂപ വിലയുള്ള ഈ സാധനം ഇപ്പോൾ നിങ്ങൾക്ക് വെറും 2,244 രൂപ. അപ്പോൾ ആദ്യം ഏതാ തരുന്നത്, ആങ്കറാണ്. മനസ്സിലായ? അപ്പോൾ അതിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ചടപടപടാന്ന് വെട്ടും. ആദ്യം 30,000 കൊണ്ടതിന് അവസാനം അത് വെറും 30. വാസ്തവത്തിൽ 10 രൂപ പോലും വില കാണില്ല. അപ്പോൾ ഈ ആങ്കറിങ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്, 10 രൂപയുടെ ഒരു സാധനം നമ്മൾ 30 രൂപയ്ക്ക് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്, ഇതിന് ആങ്കർ കിടക്കുന്നത് 30,000-ലാണ് ആങ്കർ തുടങ്ങിയത്. അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അതാണ് എക്സോർബിറ്റൻ്റ് ആങ്കർ പ്രൈസ്. അത് ആദ്യം ഒരു ആങ്കർ ഇടും, എന്നിട്ട് പിന്നെ അതിങ്ങനെ പറയാം. ആദ്യം അത് നമ്മുടെ ഞാൻ റീസെൻ്റായിട്ട് കണ്ടു, ഈ പിന്നെ ഡിക്ഷണറി വിൽക്കാൻ വരുന്ന ആൾക്കാർ, ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒക്കെ വിൽക്കാൻ വരും വീട്ടിൽ. 2-3 പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ വന്നിട്ട് ഇതൊരു ഭയങ്കര പുസ്തകമാണ്, ഇത് പിന്നെ ശരിക്കും ഇതിൻ്റെ വില എത്രയാണ്, 3,400 രൂപയാണ്. ഇതിന് പുറമേ ഞങ്ങൾ 1, 2, 3 ചെറിയ സാധനങ്ങൾ ഇതൊക്കെ കൂടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്ര വിലക്ക് തരുന്നു. അപ്പോൾ ആങ്കർ ആദ്യം ഇട്ടു, എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ 1-2 ഓഫറൊക്കെ പറഞ്ഞു, എന്നിട്ട് അവസാനം അതിൽ കുറഞ്ഞൊരു വില പറഞ്ഞു. അവരാണ് ഫൈനൽ ഹുക്ക്. ഈ ആങ്കർ ഇട്ടിട്ട് പിന്നെ ഹുക്ക് ഇട്ടിട്ട് നമ്മൾ വലിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്തു, അത് പറഞ്ഞൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഈ വില പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആങ്കറിങ് ഇഫക്റ്റ് കൊണ്ടുപോയി ഏറി വീഴും. ഇതൊരു കോഗ്നിറ്റീവ് ബാലൻസാണ്. ഞാനൊരു ഉദാഹരണം സെയിൽസിന് പറഞ്ഞത് എല്ലാ മണ്ഡലങ്ങളിലും ആങ്കറിങ് ഇഫക്റ്റ് വരണം. അപ്പോൾ അത് ബിസിനസ് ഡീലുകളിൽ, ഡൈവോഴ്സുകളിൽ, എവിടെയൊക്കെ ഈ നെഗോഷിയേഷൻസ് വേണ്ടി വരുന്നോ, വില പറഞ്ഞ നെഗോഷിയേഷൻസ് വേണ്ടി വരുമ്പോൾ ആദ്യം തന്നെ നെഗോഷിയേഷൻസ് എന്ത് ചെയ്യും, negotiators begin from an extreme initial position in order to set the anchor high for their side. ആങ്കർ ആദ്യമേ ഹൈ ആക്കി വെച്ചേക്കും. അപ്പോൾ നെഗോഷിയേറ്റർ തുടങ്ങാണ്, ഐ വിൽ സ്റ്റാർട്ട് അവർ നെഗോഷിയേഷൻ ബൈ സെറ്റിംഗ് ദ ആങ്കർ പ്രൈസ് അറ്റ് $5. മറ്റേ I was going to say to 27,500, but you bet me to the anchor, and now I can't help thinking the fair price is closer to $5. How does an engineer know more about the intricacies of my job than I do? ഇയാൾ ചോദിക്കാൻ. അപ്പോൾ അയാൾ പറയാൻ, I had 5 minutes and a browser. അതുകൊണ്ട് ഇത് ആങ്കറിങ് എഫക്റ്റ് അറിയുന്നതുകൊണ്ട് അയാൾ ആദ്യമേ ചേർന്നു. ഇനി 2 ഉണ്ട്. 9ാമത്തേത് നമുക്ക് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ എന്താണ്, 12 ആൾക്കാർ പിന്നെ ഇത് വിമാനാപകടത്തിൽ മരിച്ചു എന്ന് വായിക്കുമ്പോൾ ഇനി ഞാൻ പറക്കില്ല തീരുമാനിക്കുകയാണ്. അത് എന്താണ്, അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്കാണ്. ടെൻഡൻസി ടു അസൈൻ പ്രോബബിലിറ്റീസ് ഓഫ് പൊട്ടൻഷ്യൽ ഔട്ട്കംസ്. ഒരു ഔട്ട്കംസിൻ്റെ സാധ്യത ബേസ്ഡ് ഓൺ എക്സാമ്പിൾസ് ദാറ്റ് ആർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു അസ്. നമുക്ക് അപ്പം അറിയുന്നത് അതിനോടനുസരിച്ചാണ്. ഇപ്പോൾ ലാത്തൂരിൽ ഭൂമി ഒലുക്കുണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യയിലെ ഭൂമി ഒലുക്കുണ്ടായേക്കാം ഉണ്ടായ ആ കാലത്ത് വീട് പണിഞ്ഞ ആൾക്കാരൊക്കെ എങ്ങനെയാണ് വീട് ഭൂമി ഒലുക്കത്തിന് ഭൂമി ഒലുക്കില്ലാതെ ചെയ്യാം എന്ന് നോക്കാൻ വേണ്ടി കാര്യമായി അന്വേഷിക്കുകയും അതിനെന്താ ചെയ്യാൻ അവർ അന്വേഷിച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആ കാലത്ത്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞു, ഭൂമി ഒലുക്കത്തെക്കുറിച്ചുള്ള ഇതൊക്കെ പരിഗണനകളൊക്കെ ആൾക്കാരെ പത്രങ്ങൾ വരാതായി. പിന്നെ ആൾക്കാർ വീണ്ടും വീട് പണിയുമ്പോൾ ഭൂമി ഒലുക്കത്തിനെ കുറിച്ച് ആലോചിക്കില്ല, അതിന് വേണ്ടിയുള്ള സംഗതികളൊന്നും ചെയ്യില്ല. ഈ വീട് പണിയുന്ന കേരളത്തിൽ ഭൂമി ഒലുക്കൻ്റെ ഇൻസിഡൻസിനെ സംബന്ധിച്ച് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. നമുക്ക് 500 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു, ഇനിയും ചിലപ്പോൾ നാളെ ഉണ്ടാവാം, അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. പക്ഷേ ഈ ഭൂമി ഒലുക്കത്തിനെ നേരിടണമോ വേണ്ടയോ എന്ന് നമ്മളുടെ ആൾക്കാർ ബോധവാന്മാരാവുന്നത് എപ്പോഴാണ്? അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് ആണ്. പത്രങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഭീതിയാണ്. അല്ലെങ്കിൽ എന്താ, മുല്ലപ്പെരിയാർ പൊട്ടാണ്ട് ഏത് സമയത്തും പൊട്ടും. ആ ഭീഷണി ഒരു 2 കൊല്ലം മുമ്പുള്ള പിന്നെ ഇന്നും കുറഞ്ഞിട്ടില്ല.
പൊട്ടില്ലെങ്കിൽ പൊട്ടില്ല, പൊട്ടെങ്കിൽ പൊട്ടും. ആ റിസ്ക് അവിടെ ഇന്നും ഉണ്ട്. പക്ഷെ ആ കാലത്ത് ഈ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് കാരണം അന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, എല്ലാ പത്രങ്ങളും എല്ലാ ടി വികളിലും ഇതേ പൊട്ടാൻ പോകണം ഇങ്ങനെ പറയുമ്പോൾ എന്താവും, നമ്മൾ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് അത്രയധികം ബോധമുണ്ടാവും. പക്ഷെ ആ സാധ്യതയ്ക്ക് വാസ്തവത്തിൽ ഒരു വ്യത്യാസം സംഭവിച്ചില്ല. അതെന്താണ് അതാർക്കും അറിയില്ല, അത് വേറൊരു വിഷയം. അതിനെപ്പറ്റി ആരും കാര്യം അന്വേഷിച്ചില്ല. അപ്പോൾ അതിലിപ്പോഴും ആ തർക്കം തുടരുന്നേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ പൊട്ടുമോ, അവരത് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ വേറെ വിഷയങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഒരേ റിസ്ക് ഉള്ളപ്പോഴും ദ പ്രോബബിലിറ്റി ഓഫ് പൊട്ടൻഷ്യൽ ഔട്ട്കം റിമെയിൻഡ് അൺചേഞ്ച്ഡ്. അത് ഭൂമിയിലേക്കെത്തുന്നതാവട്ടെ, മുല്ലപ്പെരിയാർ പൊട്ടുന്നതാവട്ടെ, എന്തിൻ്റെയും പൊട്ടൻഷ്യൽ ഔട്ട്കമിൻ്റെ പ്രോബബിലിറ്റി, അതിൻ്റെ സാധ്യത മാറിയിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ആൾക്കാർ വളരെയധികം ബോധമുണ്ടാവും. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. കാരണം ഇതാണ് ആൾക്കാർ പറയുന്നത്, ഇതാണ് മീഡിയകളിൽ കാണുന്നത്, പത്രങ്ങളിൽ കാണുന്നത്. എസ്പെഷ്യലി ദോസ് ദാറ്റ് ആർ വിവിഡ്, അൺയൂഷ്വൽ ഓർ ഇമോഷണലി ചാർജ്. ഇപ്പം നമുക്ക് നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മിക്കവാറും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു അണക്കെട്ട് പൊട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ വീണ്ടും നമ്മൾ ആകെ ബോധമുണ്ടാവും. കാരണം നമ്മുടെ പത്രങ്ങൾ വീണ്ടും അണക്കെട്ട് പൊട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വരും. കേരളീയർ സുരക്ഷിതരാണോ, മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നൊക്കെ നമ്മളെ ഉടനെ വേദാണ്. അപ്പോൾ നമ്മൾ വലിയ ചാനൽ ചർച്ചകളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ അൺയൂഷ്വൽ ഓർ ഇമോഷണലി ചാർജ് വിച്ച് ആർ ദെൻ ജനറലൈസ്ഡ് ടു കൺക്ലൂഷൻസ് അപ്പോൺ വിച്ച് അവർ ചോയ്സസ് ആർ ബേസ്ഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടുമെങ്കിൽ അത് നമ്മൾ വേണ്ട ഡിപ്ലേ ചെയ്യണം. കാരണം അതിൽ നമ്മൾ ഒരു അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് അനുസരിച്ചിട്ട് നമ്മൾ വികാരപരമായി തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. അതിപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. അത് അന്വേഷിക്കുക, ചെയ്യാമൊക്കെ ചെയ്യുക, അതൊക്കെ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഭൂമിയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയിലാണ് എന്ന് ഈ നമ്മുടെ ഇത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യുക. അതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്കിൻ്റെ പ്രത്യേകത. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയെന്ന് വെച്ചാൽ, ഇത് തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ രജിസ്ട്രിയിൽ നിന്നുള്ള കണക്കുകൾ വെച്ചിട്ട് പുകവലി ഉണ്ടാക്കുന്ന ക്യാൻസർ, ടൊബാക്കോ ഈ പുകയില ഉണ്ടാക്കുന്ന ക്യാൻസറുകളാണ് പുരുഷന്മാരിൽ 43%. പുരുഷന്മാരിലെ ക്യാൻസറുകളിൽ 43% പുകയില കൊണ്ടുണ്ടാകുന്നത്. സ്ത്രീകളിൽ 12% പുകയില കൊണ്ടുണ്ടാകുന്നത്. മുറുക്ക അങ്ങനെയൊക്കെ സംഭവമുണ്ട്. വായിലെ ക്യാൻസർ ഇതൊക്കെ മുറുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പുകയില മുറുക്ക. എന്നിരിക്കെ ഇത് വളരെ റിയൽ ത്രെട്ടാണ്. നമ്മൾ ഉണ്ടാകുന്ന ക്യാൻസറുകൾ ഒഴിവാക്കാവുന്നൊരു സംഭവമാണ്. മനുഷ്യരിൽ ആണുങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ, ആണുങ്ങൾ 50% ആണുങ്ങളാണല്ലോ, അവരിലെ 43% ക്യാൻസർ ഒഴിവാക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത്? പുകയില ഉപയോഗിക്കാതിരിക്കുക. സിമ്പിളായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് പക്ഷേ നമ്മൾ അധികമൊന്നും കാണില്ല. നമ്മൾ കാണുന്നത് എന്താണ്? വിഷപ്പച്ചക്കറി. ഇതാണ് ലോകത്ത് മുഴുവൻ, ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. വിഷം, പച്ചക്കറി വിഷമാണ് എല്ലാ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ വല്ല പഠനമുണ്ടോ? ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ വിഷമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അഗ്രികൾച്ചർ കോളേജ് നടത്തിയപ്പോൾ 90%-ലധികം പിന്നെ പച്ചക്കറികളിലും ഈ പറഞ്ഞ ലിമിറ്റിനകത്ത് വിഷമില്ല. അതൊന്ന് കഴുകുകയും പുളിയിട്ട് ഒരു കറി വെക്കുക ചെയ്യുന്നതോടെ ഈ വിഷമൊക്കെ ന്യൂട്രലൈസ് ആയി പോകും. എന്നിരിക്കെ വളരെ നിസ്സാരമായ റിസ്ക് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ വളരെ ഇൻഫിനിറ്റിസിമലി സ്മോൾ ആയിട്ടുള്ളൊരു റിസ്ക് ഉണ്ടാവും. ഇന്ന് നമ്മളെന്താണ്, നമ്മൾ പേടിക്കുന്ന മുഴുവൻ എന്താണ്? അയ്യോ, വിഷം തിന്ന് നമ്മളാകെ ചാവും, വിഷം വെച്ചുന്ന പച്ചക്കറിയാണ്, അവിടെ വിഷപ്പച്ചക്കറി വരുന്നത്, വിഷം കഴിക്കുന്ന മലയാളി ക്യാൻസർ മൊത്തം വിഷം കൊണ്ടാണ്. നമ്മുടെ വലിയ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നതാണ്, കേരളത്തിനെ രക്ഷിക്കാൻ, ക്യാൻസർ ഇല്ലാതാക്കാൻ പച്ചക്കറിയിൽ വിഷം ഒഴിവാക്കുക. എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യാൻ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങാതിരിക്കുക, നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുക, അതിൽ എന്നിട്ട് പുഴുണ്ടായാലും കുഴപ്പമില്ല, പുഴുവില്ലാതെ കൃഷി ചെയ്യാൻ, ഈ തരത്തിൽ ജൈവ കൃഷി. ഇതെന്താണ്? ഇത് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ബയാസ് കാരണം വരുന്നതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം കൃത്യമായി പറഞ്ഞാൽ നമ്മൾ എന്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും നമുക്ക് ഫലമുണ്ടാകുന്ന എന്താണ്? പുകയിലക്കെതിരെ. പുകയില, എല്ലാ തരത്തിലുള്ള പുകയില ഉപഭോഗത്തിനെതിരെ ഇതിലധികം കൂടെ പ്രയോജനം ഉണ്ടാവും. നമ്മൾ ഇത്രയൊക്കെ നമ്മൾ എല്ലാ പച്ചക്കറിയും പൂർണ്ണമായി ജൈവമാക്കിയാൽ പോലും വളരെ വളരെ നിസ്സാരമായ ഒരു ശതമാനം, എണ്ണാൻ പറ്റാത്തൊരു ശതമാനം ക്യാൻസറിൽ മാത്രമേ ക്യാൻസറിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിരിക്കെ ബിക്കോസ് ഓഫ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്, ഈ കോഗ്നിറ്റീവ് ബയസ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? പച്ചക്കറികൾ പോയി കയറി പിടിക്കുന്നു, ചെയ്യേണ്ട കാര്യം ചെയ്യില്ല. അവസാനത്തി ഒരു ചെറിയ വീഡിയോ കാണിക്കാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര തവണ, ഹൗ മെനി ടൈംസ് ദ പ്ലേയേഴ്സ് വെയറിങ് വൈറ്റ് പാസ് ദ ബോൾ. അതിൽ 2 ടീമാണ് കളിക്കുന്നത്. നിങ്ങൾ ആരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, വെള്ള വേഷം ധരിച്ചവർ എത്ര തവണ, അതായത് നമ്മളെ എത്ര ശ്രദ്ധിക്കാൻ നമുക്ക് വരുന്നത്, എത്ര ശ്രദ്ധയോടെ നമ്മൾ കാണുന്നതാണ്. അറ്റൻഷൻ ഉണ്ടല്ലോ ടെസ്റ്റാണ്. കൗണ്ട് ഹൗ മെനി ടൈംസ് ദ പ്ലേയേഴ്സ് വെയറിങ് വൈറ്റ് പാസ് ദ ബോൾ. അതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. എല്ലാവരും
കൃത്യമായിട്ട് എത്ര എണ്ണം എത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള, എത്ര എണ്ണം കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതാണ്. കാരണം ബോൾ പാസ് ചെയ്യാണ്, എത്ര തവണ വൈറ്റ് പാസ് ചെയ്യുന്നത് വേണം. ബ്ലാക്ക് നോക്കേണ്ട ആവശ്യമില്ല, വൈറ്റ് നോക്കാൻ കേട്ടോ. അതല്ലേ വേണം, ഒരു ഭാഗത്താർക്ക് ബ്ലാക്ക് നോക്കാം, ഒരു ഭാഗത്താർക്ക് വൈറ്റ് നോക്കാം. അത് വേണ്ട, ഇപ്പോൾ വൈറ്റ് നോക്കിക്കോളൂ എല്ലാവരും, കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ എല്ലാവരും വൈറ്റ് പ്ലെയേഴ്സ് എത്ര തവണ ബോൾ പാസ് ചെയ്യുന്നുണ്ട് നോക്കണം കേട്ടോ. എത്ര പേര് ഗോറിലെ കണ്ടു? എത്ര പേര് കണ്ടു? വെക്കൂ. 1 2 3 4 3 7 3 10 പേര് ഗോറിലെ കണ്ടു. അതിന് നോക്കിക്കോളൂ, എന്ന് നോക്കിക്കോളൂ. ഞാനവിടെ നിർത്തി തന്നു നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾ ഗോറിലെ കണ്ടില്ല. ശ്രദ്ധിച്ചോണേ, ദാ ഗോറില്ല വരുന്നു, ഗോറില്ല എവിടെ നിന്ന് നിങ്ങളെ നേരെ നെഞ്ച് കാണിക്കുന്നു. ഇതൊന്നും നിങ്ങൾ ആരും കണ്ടില്ല. ഇതാണ് ഒരു കോഗ്നിറ്റീവ് ബയസ്. മനസ്സിലായോ? കറക്റ്റ് ആൻസർ 16 passes. Did you spot the gorilla? For people who haven't seen or heard about a video like this before, about half missed the gorilla. ഈ വീഡിയോ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ കാണും. അത് നിങ്ങളാരും അധികാർക്ക് അറിയില്ല ആൾക്കാരാണ് ഞാനത് ആദ്യം ചോദിക്കാറുണ്ട്. For people who haven't seen or heard about a video like this before, about half missed the gorilla. If you knew about the gorilla, you probably saw it. But did you notice the curtain changing color or the player on the black team leaving the game? അതാണ് ഗോറിലെ കണ്ടവർ പോലും കാണാത്ത കാര്യങ്ങൾ. That is, rewind it and watch again. Okay? Here comes the gorilla. ചേഞ്ച് ചെയ്തു കണ്ട, ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. When you are looking for a gorilla, you often miss the other unexpected events. അപ്പോൾ ഇതാണ് ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് ബയാസ് എന്ന് പറയുന്നത്. അവസാനത്തെ ലാസ്റ്റ്, ടെൻഡൻസി ടു മിസ് സംതിങ് ഒബ്വിയസ് ഇൻ ജനറൽ വൈൽ അറ്റൻഡിങ് ടു സംതിങ് സ്പെഷ്യൽ ആൻഡ് സ്പെസിഫിക്. നമ്മളൊരു കാര്യം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകും. ഇത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വയറിങ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലതും നമ്മൾ കാണുന്നില്ല എന്നുള്ളത്, മനസ്സിലായോ? അതിൻ്റെ ഇടയിൽ ഗോറിൽ ഒന്ന് നെഞ്ഞത്തടിച്ചിട്ട് നമ്മൾ കണ്ടില്ല. വി തിങ്ക് അവർ ഐസ് ആസ് വീഡിയോ ക്യാമറാസ്. നമ്മളിങ്ങനെ വീഡിയോ ക്യാമറ വെച്ച് എല്ലാം പിടിക്കുന്നത് നമ്മൾ വിചാരം. ആൻഡ് അവർ ബ്രെയിൻസ് ആസ് ബ്ലാക്ക് ടേപ്സ്. എന്നിട്ട് ടേപ്പിൽ ഇങ്ങനെ വെക്കുന്നു, അത് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഈ പെർസെപ്റ്റുകൾ ഇങ്ങനെ നിറച്ച് വെക്കുന്നു. മെമ്മറി ഓർമ്മ എന്ന് വെച്ചാൽ അതിങ്ങനെ റീവൈൻഡ് ചെയ്ത് നമ്മളിങ്ങനെ കാണുകയാണ് കാര്യം. അങ്ങനെയല്ല സംഭവിക്കുന്നത്. The perceptual system and the brain that analyzes this data are deeply influenced by the beliefs it already holds. As a consequence, much of what passes before eyes may be invisible to a brain focused on something else. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വിശ്വാസങ്ങൾക്കും കഥകൾക്കും അനുസരിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലതും കാണാതെ പോകും. അവസാനത്തെ വാക്കാണ് യുവർ ബ്രെയിൻ ഓൾവേസ്. ഇതുണ്ട് നമ്മൾ പറയുന്നത്, യുവർ ബ്രെയിൻ ഓൾവേസ് ട്രൈ ടു സെഡ്യൂസ് ഇറ്റ് യൂസ് ഹ്യൂറിസ്റ്റിക്സ്. ഈ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കാൻ നമ്മുടെ മസ്തിഷ്കം എപ്പോഴും നമ്മൾ ഉപയോഗിപ്പിച്ചു. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ രീതി. ഫൈറ്റ് ബാക്ക് ബൈ എംപ്ലോയിങ് തിങ്കിങ്. നമ്മൾ തീരുമാനങ്ങളൊക്കെ ചിന്തിച്ച് ഈ കോഗ്നിറ്റീവ് ബയസിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കണം. ഇത് പറയാൻ വേണ്ടി എൻ്റെ ദിവസം നമ്മൾ പറഞ്ഞത്. നന്ദി, നമസ്കാരം.